അപ്പോൾ എല്ലാ സിനിമകളിലും നമുക്ക് ഓരോ ഇൻസ്പിറേഷൻസ് ഉണ്ട്. ഓക്കെ, ഇതേപോലെ ചെയ്യാൻ പറ്റി, നാളെ മലയാള സിനിമയിൽ ഇങ്ങനെ വരും. അങ്ങനെ ഒരു ഓപ്പണിംഗ് ആയിരുന്നു ലോഗോ തന്ന. ബ്രഹ്മയുഗത്തിലാണ് ഫസ്റ്റ് യക്ഷി കോൺസെപ്റ്റ് നമുക്ക് ആദ്യമായിട്ട് കിട്ടണത്, അല്ലെങ്കിൽ ബ്രഹ്മയുഗം, ചാത്തന്മാർ, ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണണം. ഇപ്പോൾ ഒരു ആക്ടറും ഡിസൈനറും തമ്മിലുള്ള ബോണ്ട് കറക്റ്റ് ആയാലേ കോസ്റ്റ്യൂം വർക്കാവുമെന്ന് എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയിട്ടുണ്ട്. ലോകയിലേക്ക് തന്നെ ആദ്യം വിളിക്കണം, വെൽമിച്ചേട്ടൻ വിളിക്കാൻ നേരത്ത് നമ്മുടെ ചന്ദ്രേൻ്റെ ഒരു കുട്ടിക്കാലം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഓർണമെന്റ്സ് പരിപാടികൾ ചെയ്യാനായിട്ടാണ് എന്നെ വിളിക്കണേ. സൗബിക്ക ഭയങ്കര ചില്ല, നീ എന്താ ടെൻഷൻ അടിച്ചിരിക്കണേ പറഞ്ഞിട്ട്. മിന്നൽ മുരളിയുടെ ഷൂട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാതെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തോറ്റുപോയെന്നാണ്. അത് ഇനി ഒരിക്കലും ഉണ്ടാവരുതെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനൊരു ഹൗസ് ഓഫ് കൾട്ട് എന്ന് പറയുന്ന ഒരു ഡ്രീം പ്രൊജക്റ്റ് ഉണ്ടാക്കിയത്. ഹായ് എവ്രി വൺ, ടുഡേ വി ഹാവ് എ വെരി സ്പെഷ്യൽ ഗസ്റ്റ്. നമ്മളിപ്പോൾ ലോക മൂവിയുടെ ഒരു ലൂപ്പിൽ ഇങ്ങനെ പെട്ട് കിടക്കുകയാണ്. ഞാൻ തന്നെ 2 തവണ ലോക വാച്ച് ചെയ്തു. ആ ലോക മൂവിയിലെ കോസ്റ്റ്യൂം ഡിസൈനർ മെൽവി ജെയാണ് നമ്മുടെ കൂടെ ഉള്ളത്. സോ വെൽക്കം ടു വൺലൈൻ. താങ്ക് യു. ആദ്യം തന്നെ ഞാനൊരു വലിയൊരു യൂണിവേഴ്സിൽ വന്ന് പെട്ട പോലെയാണ്. ശരിക്കും ഒരു സൂപ്പർ ഹീറോ യൂണിവേഴ്സിലെ ഒരു കോസ്റ്റ്യൂം ആണെങ്കിലും ലോക മൂവിയിലെ ക്യാരക്ടേഴ്സിൻ്റെ കോസ്റ്റ്യൂംസ് അവരുടേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി, അവരുടേതായിട്ടുള്ള ഒരു യുണീക്നെസ്, ആ ഒരു പേഴ്സണാലിറ്റീനെ കൊണ്ടുവരാനായിട്ട് കോസ്റ്റ്യൂംസിന് പറ്റിയിട്ടുണ്ട്. സോ എങ്ങനെയായിരുന്നു, എത്ര ടൈം എടുത്തു, ആൻഡ് വാട്ട് വാസ് ദ പ്രോസസ്? ലോകയിലേക്ക് നമ്മൾ എത്തുന്നത് ഡയറക്ടറിൻ്റെ കോൾ ത്രൂ ആണ് ആദ്യം വരണത്. പിന്നെ പടത്തിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ആദ്യത്തെ ഒരു എൻ്റെ യൂണിവേഴ്സിനെ കുറിച്ചൊരു ഇത് കേട്ടു. അത് കഴിഞ്ഞ് സ്ക്രിപ്റ്റ് അയച്ചു തന്നു. സ്ക്രിപ്റ്റ് അയച്ചു തന്നിട്ട് നമുക്ക് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് പിന്നെ കാണാൻ തന്നു. പിന്നെ സ്ക്രിപ്റ്റ് വായിച്ച് നമ്മൾ ചെല്ലുന്ന നമുക്കൊരു വിഷൻ ഉണ്ടായിരുന്നു. ഞാനൊരു ട്രാവലിൻ്റെ ഇടയിൽ ഇരുന്നിട്ടാണ് സ്ക്രിപ്റ്റ് വായിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഫ്രീ ആയിട്ടിരിക്കുന്ന മൈൻഡിൽ ഇരുന്നിട്ടാണ് ഞാൻ വട്ടവടയിൽ ട്രാവലിൻ്റെ ഇടയിലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് സ്ക്രിപ്റ്റ് ആദ്യം വായിക്കുന്നത്. സ്ക്രിപ്റ്റ് വായിച്ച് ഞാൻ ആദ്യം ഡയറക്ടറിനെ വിളിച്ചിട്ട് വന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്ക്രിപ്റ്റ് ഭയങ്കര രസമുണ്ട്, ഇത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊക്കെ വന്നത് ഭയങ്കര രസമായിരിക്കും, എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ് വർക്ക് ചെയ്യാൻ. ഞാൻ ആദ്യം അരുൺചാണ്ടിനെ വിളിച്ച് അങ്ങനെ സംസാരിച്ചു. പിന്നീട് നമ്മൾ പടം തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ മീറ്റിങ്ങിൽ ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു പ്രീഡെക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ യൂണിവേഴ്സ് എങ്ങനെ വേണം, ക്യാരക്ടേഴ്സിൻ്റെ ഡിസൈൻസ് എങ്ങനെയായിരിക്കണം, ക്യാരക്ടറുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഓൾറെഡി ഇവരത് ഭയങ്കര ക്രിയേറ്റീവായിട്ട് ഒരു ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് ഫുൾ ബേസ് അവർ ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്കത് ബേസ് ഉള്ളത് കൊണ്ട് വർക്ക് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരുന്നു. പിന്നെ നമ്മൾ ആ ബേസിന് നമ്മുടേതായ എക്സ്പീരിയൻസും നമ്മളുടെ മനസ്സിലുള്ള ഫാഷനും അല്ലെങ്കിൽ കഥാപാത്രത്തിന് നമ്മൾ എങ്ങനെയാണ് ഈ ക്യാരക്ടറായിട്ട് ബ്ലെൻഡ് ചെയ്യുക, അപ്പോൾ അതെനിക്ക് ഭയങ്കര രസകരമായിട്ടുള്ള പ്രോസസ്സാണ്. പിന്നെ ഞാൻ എപ്പോഴും ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ കോസ്റ്റ്യൂം, അതായത് ആർട്ടിസ്റ്റിന്റെ സെക്കൻഡ് ഫേസ് ആണെന്നാണ് നമ്മൾ പറയുന്നത്. അതെ അതെ. ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ നമ്മളെപ്പോഴും സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ മനുഷ്യരെ കഥാപാത്രങ്ങളാക്കി കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും വലിയ നമ്മളൊരു സ്പേസ് കൊടുക്കുന്നുണ്ട്. പാട്ട് എല്ലാം സെറ്റ് ആയാലും ഒരു സ്പേസ് ഫുള്ള് സെറ്റ് ആയാലും ആർട്ടിസ്റ്റ് അവിടെ പ്ലേസ് ആവുന്ന സമയത്ത് മേക്കപ്പും കോസ്റ്റ്യൂമും ആണ് ആ ക്യാരക്ടറിന് ജീവൻ കൊടുക്കുന്നത്. ഞാൻ എല്ലാ സിനിമയ്ക്കും അങ്ങനെ ഞാൻ എൻ്റെ കഥാപാത്രങ്ങൾക്ക് ഒരു ലൈഫ് ഉണ്ടാവണം, അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ സംസാരിക്കണം, അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ ആളുകളുടെ ഇടയിൽ നിൽക്കണം എന്ന് തോട്ടുള്ള ഒരാളാണ് ഞാൻ. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം തൊട്ട്, അല്ലെങ്കിൽ ഞാൻ സിനിമയിലെ കണ്ട വിഷനും ഇപ്പോൾ ഞാൻ സിനിമയിൽ ഭയങ്കര ഡെപ്തിലാണ് കാണുന്നത്. കാരണം ഞാൻ ഭയങ്കര റാൻഡമായിട്ട് സിനിമയിൽ വന്ന ഒരാളാണ്. സിനിമ അങ്ങനെ ഭയങ്കര ഹോപ്പ്ഫുള്ളി പ്രതീക്ഷിച്ച് അതിൻ്റെ പിന്നാലെ ഹാർഡ് വർക്ക് ചെയ്ത് പോയതല്ല. പക്ഷെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, സിനിമ ചെയ്യാൻ അവസരം കിട്ടി. അങ്ങനെ കുറച്ച് സിനിമകൾ ചെയ്തു. അങ്ങനെ നല്ലൊരു ഓപ്പണിങ് കിട്ടി എനിക്ക്. അങ്ങനെ പിന്നെ കെട്ടിയുള്ള എൻ്റെ മലാക എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ എത്തുന്ന സമയത്താണ് സിനിമയുടെ പൾസും സിനിമയുടെ ലൈഫും, അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി ആളുകൾ എങ്ങനെയാണ് കോസ്റ്റ്യൂം ഇപ്പം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിന് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. കാരണം പ്രീവിയസ് സിനിമകളിൽ നിന്ന് കിട്ടിയ ചീത്തവിളിയും അല്ലെങ്കിൽ എക്സ്പീരിയൻസിൻ്റെ കുറവ് കൊണ്ടുള്ള നമ്മൾ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ പോവുക, ഷൂട്ടിൽ ഡിലേ വരാ, കോസ്റ്റ്യൂംസ് എത്തിക്കില്ല, പിന്നെ നമ്മൾക്ക് തന്നെ തോന്നും ചിലപ്പോൾ ഇത് ക്യാരക്ടറല്ല. അങ്ങനെ കുറേ സിനിമകളുടെ എക്സ്പീരിയൻസ് കുറച്ച് കരിയറിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് അങ്ങനെ ഫേസ് ചെയ്യേണ്ടതും. പിന്നീടാണ് കെട്ടിയുള്ള എൻ്റെ മലാക എന്ന് പറയുന്നൊരു സിനിമ എത്തുന്ന സമയത്ത് നമുക്കൊരു കഥാപാത്രത്തിനെ എങ്ങനെ ബിൽഡ് ചെയ്യണം. അപ്പം ഞാൻ MSc ടെക്സ്റ്റൈൽ ആൻഡ് ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞാണ്. അപ്പോൾ മാസ്റ്റേഴ്സ് ചെയ്യാൻ പോകണം, മിഡ് ഗാല ചെയ്യണം, അല്ലെങ്കിൽ പുതിയ ക്ലോത്തുകൾ ഉണ്ടാക്കണം, പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ക്ലോത്തുകൾ. ഇപ്പോൾ അല്ലെങ്കിൽ വേൾഡിൽ ഞാൻ ഫോളോ ചെയ്യുന്ന കുറേ ഡിസൈനേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെ പോലെയൊക്കെ ആവണം എന്നൊക്കെ ഓർത്തിട്ടാണ് MScക്ക് ജോയിൻ ചെയ്തതും, അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞ ഡ്രീം കയ്യിലുണ്ടായിരുന്നു. പക്ഷേ സിനിമയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇതൊന്നല്ല. പഴയ തുണികൾ കൊടുക്കുക,
കഥാപാത്രം എത്ര മാസം ഇപ്പം ഞങ്ങൾക്കൊരു സ്ക്രിപ്റ്റ് ഇപ്പം ഞാൻ അങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ കെറ്റുള്ള മാലൊക്കെ തൊട്ടാണെങ്കിൽ ജഡ്ജ് ചെയ്യാൻ പറ്റിയ സിനിമ നമുക്ക് കിട്ടുന്ന സമയത്ത് ഓക്കെ അയാളുടെ വീട്, അയാളുടെ സാഹചര്യം, അയാളുടെ സുഹൃത്തുക്കൾ, അയാളുടെ വസ്ത്രധാരണ, ഇതെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് കെറ്റുള്ള മാലയാണ് പഠിപ്പിച്ചത്. ഒരു നമ്മള് നോർമൽ ഇതിൽ ഇപ്പൊ സ്റ്റൈലിഷ് അല്ലാതിരിക്കുന്ന ആൾക്ക് അത് നമുക്ക് കൊടുത്തിട്ടും കാര്യമില്ല. ആ ഒരു ഇതിൽ തന്നെ അത് അപ്പോൾ ആസിക്ക നമുക്ക് ഫസ്റ്റ് ഡേ കെറ്റുള്ള മലയിൽ വന്നൊരു കുർത്തയൊക്കെ ഇട്ട് അതിന്റെ പൂജയ്ക്ക് വന്ന അങ്ങനെയാണ്. അപ്പോൾ സ്ലീവാച്ചൻ എന്ന് പറഞ്ഞ കഥാപാത്രം ഫസ്റ്റ് ട്രെയിൽ എടുക്കുന്നത് ലൊക്കേഷനിൽ വെച്ചിട്ടാണ്. അപ്പോൾ ലൊക്കേഷനിൽ നമ്മൾ തലേദിവസമൊക്കെ പാറ്റേൺ ഒക്കെ ഫിക്സ് ചെയ്ത് പോയി ചെക്ക് പാറ്റേണിലൊക്കെ പോകാന്ന് പറഞ്ഞ് ക്യാമറമാൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് സജഷൻ സ്ട്രൈപ്സിനകത്ത് പിടിച്ചു നോക്കും സ്ലീവാച്ചൻ്റെ കഥാപാത്രത്തിനെ. അപ്പോൾ ഓൾറെഡി നമ്മുടെ ചെക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ ലൈവായിട്ട് നിന്ന ആളുകളുടെ നിന്നൊക്കെ നോക്കുന്ന എൻ്റെ അടുത്ത് ഷർട്ട് ആ ഷർട്ട് നോക്കി നല്ല രസമുണ്ടല്ലോ, നീ പോയി ചോദിച്ചു നോക്കുന്ന പറയാണ്. ഞാൻ പോയി അവിടുത്തെ ലോക്കൽ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചാൽ ഷർട്ട് മേടിച്ചിട്ടാണ് നമ്മളത് ഷോട്ടിന് കൊടുക്കുന്നത്. പക്ഷെ അത് കഥാപാത്രത്തിന് അത്രയും ബ്ലെൻഡ് ആക്കി എടുക്കാനും ഞാൻ അവിടെയാണ് ഫസ്റ്റ് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇത് ഞങ്ങൾ റബ്ബർ വെട്ടിൻ്റെ കോസ്റ്റ്യൂം ഉണ്ട്. അപ്പോൾ അതാണ് ഫസ്റ്റ് എക്സ്പീരിയൻസ് സിനിമയിൽ റിയലിസ്റ്റിക് ജോണർ ചെയ്യുന്ന സമയത്ത്. ഒരുപാട് റിസർച്ച് ചെയ്യണം, ഒരുപാട് പഠിക്കണം, അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന് ബ്ലെൻഡ് ചെയ്ത് അയാളെ ഈ കഥാപാത്രം ആക്കണമെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണെന്ന് എനിക്ക് ആ ഒരു കഥാപാത്രത്തെ കണ്ടിട്ട് മീൻസ് അതിനെ ഒബ്സർവ് ചെയ്യണം. അതുപോലെ തന്നെയുള്ള ഒരാളെ നമ്മൾ റിയൽ കണ്ടെത്തണം. ലൈഫിൽ അപ്പോൾ എങ്ങനെയാണ് അപ്പൊ അത് നമ്മൾ കണ്ടെത്തിയാലും നമുക്ക് കോസ്റ്റ്യൂമിനകത്ത് പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇത് ആർട്ടിഫിഷ്യൽ ആവരുത്. റിയലിസ്റ്റിക് കോസ്റ്റ്യൂംസിന് അങ്ങനെ പ്രശ്നമുണ്ട്. ഇപ്പൊ നമ്മൾ പുതിയൊരു ഡ്രസ്സ് മേടിച്ചാൽ അതിന് ലൈഫ് സ്പാൻ ഉണ്ട്. ആ ലൈഫ് സ്പാനിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതിന് വരുന്ന വേരിയേഷൻസ്, ഡള്ള്, ഇതൊക്കെ നമ്മൾ അതിനകത്ത് പ്രോപ്പർലി കാണിക്കണം. അതിപ്പോ നമ്മുടെ വീട്ടിൽ അമ്മ അലക്കണത് അലക്കലില് വേറെ രീതിയിലായിരിക്കും. ചിലപ്പോൾ വാഷിംഗ് മെഷീനിൽ അലക്കുമ്പോൾ അതിന് വരുന്ന ശൃംഗേജസും അതൊക്കെ വേറെ രീതിയിലാണ്. പിന്നെ വേർപ്പുള്ള ഒരാളുടെ കഷ്ടത്തില് അത് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്യും. കോളർ പെട്ടെന്ന് നശിച്ചു പോവും. അപ്പൊ ഇങ്ങനെ കുറെ മൈന്യൂട്ട് ഡീറ്റെയിലുകൾ ഉണ്ട്. റിയലിസ്റ്റിക് സിനിമകൾ ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യണം. ഇപ്പോൾ കെറ്റുള്ള ഞങ്ങൾക്ക് ആ റബ്ബർ വെട്ടുകാരൻ്റെ പാൻറ് എന്ന് പറയുന്നത് ഒരാൾ ഉപയോഗിച്ച് അയാൾ കളയാനിട്ട ഒരു പാൻറ്റിനെ ഞങ്ങൾ പോയി സോഴ്സ് ചെയ്തെടുത്ത് വന്ന് അത് രാവിലെ 6:30 ഞങ്ങൾ ഇറങ്ങും. അത് റബ്ബർ വെട്ടുന്ന ടാപ്പ് ചെയ്യുന്ന ആളുകളുടെ അടുത്തേക്ക്. കാരണം അവർ ടാപ്പിങ് കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ നോക്കും പാൻറ്, പിന്നെ പാൻറ് കിട്ടിയാലും അരവണ്ണം കറക്റ്റ് ആവണം ആസിക്കയുടെ. അപ്പോൾ അതിനെ ഞങ്ങൾ കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം അത് വേറൊരാൾ ഉപയോഗിച്ച പാൻറ്റാണ്. പിന്നെ അത് 5-6 വർഷം അങ്ങാണ്ട് ഉപയോഗിച്ച് 5 വർഷം കൊണ്ട് ഈ ഒട്ടുപാല് പല പ്രാവശ്യമായിട്ട് ഈ ടാപ്പിങ്ങിന്റെ ഇടയിൽ പല സൈഡിൽ തേച്ച്. അപ്പോൾ അതിനൊരു ലൈഫ് ഉണ്ട്. ഞങ്ങളത് ക്രിയേറ്റ് ചെയ്ത ഒരു പാൻറ് ഇപ്പോഴും നമ്മളത് കാണുന്ന സമയത്ത് അത് ഭയങ്കര ഫണ്ണാണ്. അത് വർക്കാവൂല. ക്യാരക്ടറിന് അത് ഫീൽ ചെയ്യും. ചിലപ്പോൾ അത് സിനിമയിൽ ബ്ലെൻഡ് ചെയ്ത് പോയേക്കാം. പക്ഷേ നമ്മൾ റിയലിസ്റ്റിക്കിലേക്ക് എത്തുന്ന സമയത്ത് അതിനെ മാക്സിമം അങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്തു. ആ പാൻറ് ഞാൻ ആസിക്കയുടെ അടുത്ത് പറഞ്ഞു, ആസിക്കത്ത് ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്, വാഷ് ചെയ്തിട്ടുണ്ട്, നമ്മൾ MSc പഠിച്ചായിരുന്നു. അപ്പോൾ അതിനകത്തൊരു എനിക്കറിയാവുന്ന ട്രീറ്റ്മെൻറ്റും ഇതിനകത്ത് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ ഞാൻ ആക്കിയുണ്ട്. പിന്നെ നമ്മളൊരു ഉള്ളിൽ ടൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ് പാൻറ് കൊടുക്കുന്നത്. അപ്പോൾ ആ പടത്തിൽ അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനെ റിയലിസം. അപ്പോൾ ഓക്കെ കളക്ട് ചെയ്ത് ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കുക, അതിന് വാഷ് ചെയ്ത് ട്രീറ്റ് ചെയ്യുക, ഈവൻ ലൈനിങ് ഇട്ട് കൊടുക്കുക. നമ്മൾ അങ്ങനെ ഒരു യൂസ്ഡ് ക്ലോത്തൊക്കെ കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് സ്കിന്നിന് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുക എന്ന രീതിയിൽ അങ്ങനെയാണ് ഞാൻ കുറേ സിനിമകൾ റിയലിസം പഠിച്ചത്. എനിക്ക് ഏറ്റവും ടഫായിട്ട് റിയലിസം തോന്നി. പക്ഷെ ഈ ലോകയിലേക്ക് എത്തുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും എക്സ്പീരിയൻസുകളുണ്ട്. കുറേ പ്രീവിയസ് സിനിമകളിലെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ ലോകം എത്തുന്ന സമയത്ത് ലോകം എനിക്ക് ബാംഗ്ലൂർ പോലൊരു സിറ്റിയിലാണ് സിനിമ നമ്മൾ ചർച്ച ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടൗൺ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് സിനിമ പറയാൻ പോണത്. പിന്നെ ബാംഗ്ലൂർ ഇൻസ്പിറേഷൻ നമുക്ക് ഉണ്ടായിരുന്നു. ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂർ ലൈഫ് സ്റ്റൈലിനൊരു ലെയറിങ് ജാക്കറ്റ്സ് ഇതൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കൾച്ചർ. തണുപ്പിന്റെ ടൈമിൽ ഇപ്പൊ നമ്മൾ ലോക്കൽസിനെ നോക്കിയാലും ജാക്കറ്റ്സ് ആണ് അവർ വെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് കഥാപാത്രത്തിന് ഓക്കെ നീഡ്ഫുൾ ആയിട്ടുള്ളൊരു ബേസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഓവർലെയർ, ഹുഡീസ്, അങ്ങനത്തെ ഒരു ട്രെൻഡ് സെറ്റർ ഐറ്റങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ബേസിക് ഐഡിയ എല്ലാവർക്കും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഏറ്റവും ഭംഗിയായിട്ട് എങ്ങനെ ട്രീറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു പിന്നീടുള്ള ടാസ്ക്. പിന്നെ നമുക്ക് എല്ലാ കഥാപാത്രങ്ങൾക്കും ഇതിനകത്തൊരു ക്യാരക്ടറൈസേഷൻ ഉണ്ട്. അപ്പോൾ പിന്നെ കല്യാണി പല നാടുകളിലും പല ദേശങ്ങളിലൊക്കെ താമസിച്ചു വരുന്ന ഒരാളാണ്. കല്യാണിക്ക് വർഷങ്ങളായിട്ടുള്ള സെഞ്ചുറീസിന്റെ ഫാഷൻസ് അറിയാം, കറണ്ട് ട്രെൻഡിനെ കുറിച്ച് അറിയാം, അല്ലെങ്കിൽ അങ്ങനെ വന്നുപോയ ഒരു കഥാപാത്രമാണെന്ന് നമ്മൾ പറയുന്നുണ്ട് സിനിമയിൽ. അപ്പം നമുക്ക് കഥാപാത്രത്തിന് ഭയങ്കര സാഹചര്യമുണ്ട്. പിന്നെ നമുക്കൊരു ബേസിക് ഐഡിയ ഗോത്തിക് ലുക്ക് ആയിരിക്കണം എന്നുള്ളൊരു ബേസിക് റെഫറൻസ് ഐഡിയ നമുക്ക് ഉണ്ടായിരുന്നു. ദെൻ പിന്നെ അതിനെ നമുക്ക് ലിഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത്. പിന്നെ കളർ പാലറ്റ് ഉണ്ടായിരുന്നു കല്യാണിയുടെ, നസ്ലിന്റെ ഇതിനകത്തായാലും. ഇതിന് 2 ക്യാരക്ടേഴ്സിനും ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ ചന്ദ്ര എന്ന് പറയുന്നത് നൈറ്റ്, അല്ലെങ്കിൽ അതിനകത്ത് പവർ, ബ്ലാക്ക്, ഡാർക്ക്, ഇതൊക്കെ പറയുന്ന രീതിയിലാണ് ബ്ലാക്ക് റെഡ് കോമ്പിനേഷൻ ചന്ദ്രയുടെ കഥാപാത്രത്തിന് പിടിച്ചത്. ഈവൻ സണ്ണി എന്ന് പറയുന്ന കഥാപാത്രം നേരെ ഓപ്പോസിറ്റ് ആണ്. ചന്ദ്രയുടെ നേരെ ഓപ്പോസിറ്റ്. സൺ ഇച്ചിരി കൂടി നല്ല ബ്ലൂമിങ് ആയിട്ടുള്ള കളേഴ്സ്.
യെല്ലോ. ടോൺ കൊടുത്തേക്കുന്നത്. അപ്പോൾ കൂൾ കളേഴ്സാണ് കൂടുതലും സണ്ണിയുടെ ക്യാരക്ടറിന് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അത് രണ്ടിനും കോൺട്രാസ്റ്റ് സിനിമയിൽ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ്സ് നിമിഷ് ആണ് കളർ പാലറ്റും കാര്യങ്ങളൊക്കെ സെൻസ് ചെയ്യുന്നത്. നിങ്ങൾ തമ്മിലൊരു ഡിസ്കഷനിൽ എങ്ങനെയായിരുന്നു? അത് ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നു ഈ സിനിമയിലെ എല്ലാ ടെക്നീഷ്യൻസും ഭയങ്കരമായിട്ട് ക്രിയേറ്റീവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ എനിക്ക് സിനിമ ആദ്യം തന്നു, പ്രീഡക്ക് ഇവർ 3 പേരും ശാന്തി ബി, നിമിഷ്, അരുൺ ചേട്ടൻ, ഡൊമിനിക് ചേട്ടൻ കൂടി വർക്ക് ചെയ്തിട്ട് ഒരു ബേസ് ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയിട്ട് കഥാപാത്രത്തിൻ്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി തന്നിട്ടുണ്ട്. ദെൻ പിന്നെ നമ്മൾ ഐഡിയ പുട്ട് ചെയ്യാണ് ഇവരുടെ അടുത്ത്. ഐഡിയ പുട്ട് ചെയ്യുന്ന സമയത്ത് അവർ സജഷൻസ് തരും, ഇത് വേണ്ട, ഇത് അവോയ്ഡ് ചെയ്യാം. വീണ്ടും നമ്മൾ ഐഡിയ പുട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ സ്റ്റൈലിങ്ങിൻ്റെ പ്രോസസ്സിങ്ങിലേക്ക് എത്തുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കല്യാണിക്ക് ഒരു പെട്ടെന്നൊരു കോസ്റ്റ്യൂം ട്രയൽ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ആണത് പോയി സോഴ്സ് ചെയ്യുന്നത്. ബാംഗ്ലൂർ പോയി 1 ഡേ നമ്മൾ പോയി അത്യാവശ്യം സാധനങ്ങളൊക്കെ ഒരു ട്രയൽ ലുക്കിന് വേണ്ടി സാധനങ്ങളൊക്കെ നമ്മളൊന്ന് സോഴ്സ് ചെയ്തെടുത്ത് വന്നു. നമ്മൾ അത്യാവശ്യം കോൺടാക്ട് കളക്ട് ചെയ്ത് പോകുന്നു അവിടുന്ന്. ദെൻ നമ്മൾ വന്ന് ഫസ്റ്റ് ഡേ ട്രയൽ കഴിഞ്ഞു. നമുക്കൊരു ബേസിക് അപ്പർ പോർഷൻസും കാര്യങ്ങളൊക്കെ സെറ്റായി, ജാക്കറ്റ്സിൻ്റെ ഒരു സ്റ്റൈൽസും കാര്യങ്ങളൊക്കെ സെറ്റായി. അപ്പോൾ ബോട്ടം വെയർ ഒരു പ്രോപ്പർലി നമ്മുടെ ഫിറ്റിങ്ങും കാര്യങ്ങളും ആക്ഷൻ രംഗങ്ങളും ഉള്ളപ്പോൾ ഇങ്ങനത്തെ ഒരു ബോട്ടം വെയർ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കില്ല. നമുക്ക് കല്യാണ ഭാഗത്തും സജഷൻസ് ഉണ്ടായിരുന്നു. കാരണം ഇതിട്ടിട്ട് കല്യാണം ഇത്രയും ആക്ഷൻ രംഗങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ദെൻ നമ്മൾ ഡിസൈഡ് ചെയ്ത് നമ്മളൊരു മെജോറിറ്റി ആക്ഷൻ രംഗങ്ങൾക്കുള്ളതൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്യാം. 1-2 ബാക്കിത്തെ ഫൈറ്റ് സീക്വൻസുകൾ ഇല്ലാത്തടത്തൊക്കെ നമുക്ക് ഇതിനെ പ്ലേസ് ചെയ്ത് പോവാം എന്നുള്ള രീതിയിൽ ഡിസിഷൻ വന്നു. പിന്നെ നമ്മൾ ഇതിന്റെ സോഴ്സിങ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒന്ന് ബഡ്ജറ്റ് കൺസേൺ ഉള്ള സിനിമയാണ്. ഇത്രയും വലിയൊരു യൂണിവേഴ്സ് നമ്മുടെ ഈ മലയാളം. അപ്പോൾ അതിന് ബഡ്ജറ്റ് നമ്മൾ ഓൾറെഡി റിവീൽ ചെയ്ത ബഡ്ജറ്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ അതിൻ്റെതായ ബഡ്ജറ്റിന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ബട്ട് പ്രൊഡക്ഷൻ ബാക്കി എല്ലാ കാര്യങ്ങളിലും ഭയങ്കര എനർജി ആയിരുന്നു. കാരണം ഇത് നമ്മൾ ഈ ബഡ്ജറ്റിൽ തീർക്കണം എന്നുള്ളത് നമ്മുടെ ടാസ്ക്കാണ്. പക്ഷെ അതിന് വേണ്ട ഫെസിലിറ്റീസ് മൊത്തം നമുക്ക് പ്രൊഡക്ഷൻ ചെയ്തു തരും. ഇപ്പം ഞങ്ങളന്ന് കല്യാണിക്ക് ട്രയലിന് നമ്മൾ ബാംഗ്ലൂർക്ക് നമുക്ക് ഫ്ലൈ ചെയ്താണ് പോകുന്നത്. തിരിച്ചു വന്നവർക്ക് ഫ്ലൈറ്റ് മിസ്സായി, രാവിലെ പോകേണ്ട ഫ്ലൈറ്റ് മിസ്സായി. ബട്ട് പ്രൊഡക്ഷൻ്റെ അടുത്ത് സാധാരണ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞാൽ നമ്മൾ തന്നെ ചിലപ്പോൾ ടിക്കറ്റ്, പക്ഷേ നമ്മൾ പ്രൊഡക്ഷൻ്റെ അടുത്ത് പറയുന്നത് പ്രൊഡക്ഷൻ അതിന് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത് തരാം. ഇതേപോലെ സോഴ്സിങ്ങിന് കുറേ സാധനങ്ങൾ രാത്രിയൊക്കെ സ്റ്റക്കായിട്ട് ബാംഗ്ലൂരും ചെന്നൈയിലൊക്കെ കിടക്കുന്ന സമയത്ത് അതൊക്കെ എത്തിക്കാനുള്ള പരിപാടികൾ അങ്ങനെ പ്രൊഡക്ഷൻ്റെ സൈഡിൽ നിന്ന് ഭയങ്കര ഹ്യൂജ് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈവൻ ഞങ്ങളുടെ കൺട്രോളർ റിൻ ചേട്ടൻ, വിനോദ് ചേട്ടൻ, പ്രൊഡ്യൂസർ സൈഡിൽ നിന്നുള്ള മറ്റേ ബിബിൻ ചേട്ടൻ, എല്ലാവരും ജിബിൻ ചേട്ടൻ, അക്കൗണ്ട്സ് ഒക്കെ ഭയങ്കര ബാക്കിത്തെ സ്ട്രക്ചർ ഭയങ്കര ഈസി ആയിരുന്നു. നമുക്ക് എടുക്കാനുള്ള വലിയൊരു ടാസ്ക്കാണ് ഇത്രയും ബഡ്ജറ്റിനുള്ള സാധനം തീർക്കണം. ബട്ട് അതിന് പുൾ ഓഫ് ചെയ്യാനുള്ള എല്ലാ ഫ്യൂവലും കറക്റ്റ് ടൈമിൽ അത് കമ്പനി തന്നത്. വെഫറിന് അത് എനിക്ക് തോന്നുന്നു കുറേ കമ്പനികളിൽ വർക്ക് ചെയ്തതിൽ കുറച്ച് പേഴ്സണലി ഇഷ്ടമുള്ള കമ്പനികളുള്ള ഒരു കമ്പനിയാണ് വെഫർ ഫിലിംസ്. ശരിക്കും ഇപ്പം കല്യാണി പ്രിയദർശൻ നമ്മൾ ആ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ യക്ഷി കല്യാങ്കാട്ട് നീലി, നമ്മൾ പണ്ടൊക്കെ കേട്ട് വന്ന ഒരു ഫോക്ലോറിലെ കല്യാങ്കാട്ട് നീലി, ശരിക്കും നമ്മൾ കേരളത്തിലെ യക്ഷികൾ എന്ന് പറയുമ്പോൾ ഒരു വെള്ള സാരി കൊടുത്ത അതാണ് നമ്മൾ ശരി. പക്ഷെ ഇതിൽ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടാണ് ശരിക്കും പ്ലേസ് ചെയ്തത്. ഒരു സൂപ്പർ ഹീറോ യക്ഷി ആണെങ്കിലും ആ ഒരു ഇടയ്ക്കൊരു പാർട്ടിയുടെ ഇതിൽ ഒരു വൈറ്റ് ഡ്രസ്സിലാണ് അത് പ്ലേസ് ചെയ്തേക്കുന്നത്. ശരിക്കും അത് എന്തായിരുന്നു അങ്ങനെ ഒന്ന് ചെയ്യാൻ? അതിന്റെ ഇൻസ്പിറേഷൻ ഇതേപോലെ തന്നെ ബ്രഹ്മയുഗം ആണ് ഫസ്റ്റ് യക്ഷി. അത് പറയാതിരിക്കാൻ അത് ശരിക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചെയ്തൊരു മൂവി. അതിലെങ്ങനെ അത് സെറ്റാക്കാൻ പറ്റിയത്? ചലഞ്ചസ് ഉണ്ടായിരുന്നു അതിൽ? ഇപ്പൊ ബ്രഹ്മയുഗത്തിലാണ് ഫസ്റ്റ് യക്ഷി കോൺസെപ്റ്റ് നമുക്ക് ആദ്യമായിട്ട് കിട്ടണത്, അല്ലെങ്കിൽ ബ്രഹ്മയുഗം, ചാത്തന്മാര് ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ അതിനകത്ത് യക്ഷീനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കുറേ പ്രാവശ്യം ട്രയൽ ചെയ്ത് നോക്കിയിരുന്നു. കുറേ സ്കെച്ചസ് രാഹുലേട്ടൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ രാഹുലേട്ടൻ എല്ലാ സ്ക്രീൻ പ്ലേ വരയ്ക്കും, എടുക്കാൻ പോകുന്ന ഷോട്ടുകൾ ഏത് ഫ്രെയിമാണ് എങ്ങനെയാണ് കാണാൻ പോകണം. അപ്പോൾ യക്ഷിയുടെ ഒരു സീക്വൻസുകളുടെ ഫുൾ സ്റ്റോറി ബോർഡ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഷോട്ടുകൾ യക്ഷീനെ നമ്മൾ കാണിക്കാൻ പോണേ, ഈ ഷോട്ടുകളിൽ എങ്ങനെയാണ് ബ്യൂട്ടി ആക്കാൻ പറ്റുക. അപ്പോൾ രാഹുലേട്ടൻ ആദ്യം ഒരു സ്കെച്ച് ഇട്ട് തന്നു. അപ്പോൾ നമ്മൾ അതുപോലെ ബിൽഡ് ചെയ്യാൻ നോക്കി. ദെൻ അപ്പോൾ അതിനകത്ത് കുറേ പോരായ്മകൾ, യക്ഷിക്ക് അത്ര ഭംഗി വരുന്നില്ല, നമ്മൾ ചിലപ്പോൾ ഒരു നാഗവല്ലിനൊക്കെ കണ്ട പോലെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഈ സിനിമയ്ക്ക് അത് ആപ്റ്റ് ആവോ എന്നുള്ളൊരു സംശയം. പിന്നെ അങ്ങനെ പല പ്രാവശ്യം വേരിയേഷൻസ് പോയി ട്രയൽ എടുത്തുകൊണ്ടിരിക്കണം. അപ്പം നമ്മൾക്കും ഈ കുഞ്ഞ് കാലത്ത് അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ചേച്ചിമാരും കസിൻസൊക്കെ പേടിപ്പിച്ച കഥകളിലുള്ളതാണ് ഈ യക്ഷിമാർ. പിന്നെ നമ്മുടെ ഒരു ഗ്രാജുവലി കുറച്ചും കൂടി മെച്ചൂർഡായിട്ട് വന്ന് നമ്മൾ ഡിസൈനിങ്ങിലൊക്കെ എത്തുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒരു യക്ഷിനെ കിട്ടുകയാണെങ്കിൽ അത് ഭയങ്കര ഒരു ഐക്കോണിക് യക്ഷിയാക്കി വെക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത് പിന്നെ അതിന്റെ ഫുൾ ട്രയൽ 7-8ാമത്തെ ട്രയലിലാണ് നമ്മൾ സെറ്റ് ആവുന്നത്. പിന്നെ നമ്മൾ ആ ഒരു എറയിൽ അപ്പർ ബോഡി വേണ്ട ഹെയർ വെച്ച് കവർ ചെയ്യാം, പിന്നെ ആക്സസറിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാം. അപ്പോൾ ഫുൾ അതിന്റെ നോസ് റിങ്സും പരിപാടികളും അതൊക്കെ കസ്റ്റമൈസ്ഡ് ആണ്. അപ്പോൾ അതെല്ലാം നമ്മൾ ആദ്യം
ഒരു ബേസ് വെച്ച് സ്റ്റൈൽ ചെയ്ത് നോക്കി. ദെൻ പിന്നെ നമ്മൾ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പീരീഡിനകത്തൊക്കെ ഉള്ള അമ്പലങ്ങളിലൊക്കെ ഉള്ള വർക്കുകൾ ഇൻസ്പയർ ചെയ്ത് പഴയ ഓർണമെന്റ്സിനൊക്കെ ഇൻസ്പിറേഷൻ എടുത്തിട്ടാണ് നമ്മളത് ഫുള്ള് കസ്റ്റമൈസ് ചെയ്തത്. ഈവൻ അരയിലുള്ള ചെയിൻ, പിന്നെ കാലിലെ മറ്റേ പാദസ്വരം, ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്തെടുത്താണ്. പിന്നെ നോസ് റിങ്സ് കസ്റ്റമൈസ് ചെയ്തതാണ്. അതിപ്പോ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലല്ലേ വരുന്നത്, ആക്ച്വലി അതിന്റെ റിയൽ കളേഴ്സ് എന്തായിരുന്നു? അതൊരു ചെറിയ ഗ്രേഷ് വൈറ്റ് ആയിരുന്നു. അത് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ആദ്യം ഇപ്പോൾ പോറ്റി അല്ലെങ്കിൽ അർജുൻ്റെ ക്യാരക്ടർ, സിദ്ധുചാൻ്റെ ക്യാരക്ടറിനൊക്കെ ഈ വൈറ്റ് ബേസ് ആയിട്ടുള്ള ക്ലോത്ത് ഇട്ട് കഴിഞ്ഞാൽ പക്ഷെ ഫ്രെയിമിൽ വേറെ രീതിയിലാണ് അത് കാണുന്നത്. അപ്പം നമ്മൾ ആദ്യം ഒരു മോക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. മോക്ക് ഷൂട്ടിൽ നമ്മൾ 4 വേരിയേഷൻസ് ഓഫ് കളേഴ്സ്, ഒരു ലൈറ്റ് ബ്രൗൺ കളറിനതും ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിനതും പിന്നെ പ്രോപ്പർ വൈറ്റ് ഷെയ്ഡിനകത്ത് എങ്ങനെ ഇരിക്കും ഈ 3 ക്യാമറയിൽ സെൻസ് ചെയ്യണം എങ്ങനെയാണ്, ആഫ്റ്റർ ഗ്രേഡിങ് കഴിഞ്ഞ് എങ്ങനെ സെൻസ് ചെയ്യണമെന്ന് വെച്ച് ആദ്യമേ നമ്മൾ അതിനൊരു ബേസ് സെറ്റ് ചെയ്തത്. അപ്പോൾ ഷാനാദിക്ക പറഞ്ഞ നമുക്ക് ലൈറ്റ് ഗ്രേ ടോണും ഇച്ചിരി ലൈറ്റ് ബ്രൗൺ ടോണുകളും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രേഡ് ചെയ്ത് വരുന്ന സമയത്ത് ഇതിനൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഭയങ്കര ഭംഗിയുണ്ടാവും. ദെൻ എക്സിയുടെ അങ്ങനെ തന്നെ ലൈറ്റ് ബ്രൗൺ ഗ്രേ മിക്സ്ഡ് ആയിട്ടുള്ള ഷെയ്ഡ് നമ്മൾ ഡൈ ചെയ്തെടുത്തിട്ട് വൈറ്റ് പ്യൂർ വൈറ്റ് അല്ല. അപ്പം അങ്ങനെയായിരുന്നു അതിൻ്റെ ഇതുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഏജിനെസ് കൂട്ടുക, ഡല്ലിങ്ങിലൊക്കെ വരുമ്പോൾ അതിന് ഫീല് കൊടുക്കാനൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നി. പിന്നെ ചന്ദ്രയിലേക്ക് എത്തുന്ന സമയത്ത് ഞാൻ പറഞ്ഞാൽ ആദ്യത്തെ ഒരു കല്യാണമായിട്ട് മറ്റേ ആദ്യത്തെ ഒരു പ്രോപ്പർ എക്സീനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അത് ഭയങ്കര സംസാരമായി, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട എക്സീൻ. അപ്പം ഞാനും ഓക്കെ, എനിക്കും ഭയങ്കര സന്തോഷം. ഓക്കെ, ഇങ്ങനെ ഒരു എക്സീൻ വർക്കാവില്ല. പിന്നെ ആ പടത്തിൽ അങ്ങനെ ഫിലിം കിട്ടി. ദെൻ ഈ പടം വരുന്ന സമയത്ത് വെച്ച് മോഡേൺ വേൾഡിൽ നിൽക്കുന്ന ഒരു ഇതാണ്. ഇപ്പൊ മോഡേൺ സിറ്റിയിൽ ഒരിക്കലും സാരി ഉടുത്ത് വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ജാക്കറ്റും ഇങ്ങനെയൊക്കെ ഓവർലെയർ ഒക്കെ ചെയ്ത് നടക്കുന്ന സ്ട്രീറ്റ് ഗോത്തിക് സ്റ്റൈലിലൊക്കെ നടക്കുന്ന ഒരാൾ പെട്ടെന്ന് സാരിയൊക്കെ എടുത്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഭയങ്കര ക്രിഞ്ച് ആവുക. അപ്പൊ ഈ ഡിസ്കഷൻ പോയിക്കൊണ്ടിരിക്കുന്ന ഇത് ലോക്കാവാൻ കുറച്ച് ടൈം എടുത്തപ്പോൾ അങ്ങനെ ശാന്തി വീടെടുത്ത് നമ്മൾ ചെന്നിട്ട് ഡിസ്കസ് ചെയ്യാം. എപ്പോഴും എന്ത് ഡിസ്കഷൻ വന്നാലും നമ്മള് ഈ 3 പേരായിട്ട് കണക്ട് ചെയ്യും. ഇപ്പോൾ നിമിഷും ഡൊമിനിക്കാണ് എപ്പോഴും ഷൂട്ട് തിരക്കുകളാവുന്ന സമയത്ത് ശാന്തിയുടെ അടുത്ത് നമ്മൾ അതിന്റെ വേർഷൻസ് ചോദിക്കും. ശാന്തി നമുക്ക് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റാം. ശാന്തി ബി പടത്തിൽ എനിക്ക് ഭയങ്കര രസം. നമ്മൾ എപ്പോൾ ക്രിയേറ്റീവ് ബ്ലോക്ക് ആവണോ അപ്പൊ ശാന്തിയുടെ അടുത്ത് പോകും, ശാന്തിയുടെ അടുത്ത് ചോദിക്കും. അപ്പൊ അതിന് വെൽ ക്ലാരിഫിക്കേഷൻ തരുന്ന സമയത്ത് നമുക്ക് ഓക്കെ ഐഡിയ ഇൻപുട്ട് ചെയ്യാൻ പറ്റും. അതെ അതെ. അപ്പോൾ ഈ ഡ്രസ്സ് ഇങ്ങനെ ഭയങ്കര സിമ്പിൾ സിലോട്ട് കൊടുക്കാം. ശാന്തി എനിക്ക് റെഫറൻസ് അയച്ചു തന്നു. ഞങ്ങൾ അതനുസരിച്ച് കുറച്ച് സാധനം സോഴ്സ് ചെയ്തു. അപ്പോൾ സോഴ്സ് ചെയ്തൊക്കെ ഇട്ട് നോക്കിയിട്ട് ചെറിയൊരു നമുക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് തന്ന റെഫറൻസിന് തന്നെ നമ്മളായിട്ട് ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്തി നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്തു. നമ്മുടെ ചേട്ടന്മാരെ കൊണ്ട് തന്നെ തയ്പ്പിച്ച് നോക്കി. ദെൻ അത് ആദ്യത്തെ ട്രെയിലർ ഇപ്പോൾ ചെറിയ കുറച്ച് ഫിറ്റിംഗ് പ്രോബ്ലംസ് ഉണ്ട്. ദെൻ ഞങ്ങൾ വീണ്ടും നെക്സ്റ്റ് ആ ഫിറ്റിംഗ് പ്രോബ്ലം മാറ്റി വീണ്ടും ഒരു സാധനം തയ്ച്ച് വീണ്ടും അത് ഫസ്റ്റ് തയ്ച്ചത് മറ്റേ സൈഡ് സിബൊക്കെയാണ്. അപ്പോൾ അത് പ്രോപ്പർലി ഓൾട്ടർ ചെയ്താലൊന്നും അതിൻ്റെ പെർഫെക്ഷൻ കിട്ടാതെ നെക്സ്റ്റ് വീണ്ടും ഒരു മെഷർമെൻറ്റിൽ തന്നെ ചേട്ടന്മാരെ കൊണ്ട് വീണ്ടും നമ്മൾ തയ്പ്പിച്ച് 1 ഡേ കൊണ്ടാണ് അത് ഫൈനലൈസ് ചെയ്ത് ലുക്ക് ലോക്കാവുന്നതും ലെങ്ത് ഒക്കെ കറക്റ്റ് ചെയ്ത് സെക്കൻഡ് ഡേ നമ്മളത് കൊണ്ടുപോകുന്നു. പിന്നെ അത് മെയിൻലി കുറച്ച് സമയമുള്ള സീനാണത്. അതെ അത് ഞങ്ങൾക്കും മറ്റേ അത് നമുക്കത് ലൊക്കേഷനിൽ കല്യാണിക്ക് ട്രയൽ കഴിഞ്ഞ് നമ്മൾ സീക്വൻസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഫ്ലാറ്റിന്റെ ഒരു ഇന്റീരിയർ സെറ്റ് ഇട്ട ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അബാം പ്ലാസ. അപ്പോൾ ഇവിടേക്ക് നമ്മൾ കാരവാനിൽ നിന്ന് വന്ന് നിൽക്കുന്ന ഒരു ഓറ അപ്പോഴേ നമുക്ക് ഭയങ്കര ഭയങ്കര ഭംഗിയുള്ള കല്യാണം കാണാൻ ഇതിനകത്ത്. ഇപ്പോൾ ഈവൻ നമ്മളെ ക്യാരക്ടറിന് റിലേറ്റ് ചെയ്ത മാതിരി തന്നെ നെക്ക് ലൈൻ പെൻഡന്റ് ഒരു ചെറിയ സിമ്പിൾ നെക്ക് ലൈൻ അതിനകത്തൊരു ചന്ദ്രൻ ഉണ്ട്. അപ്പൊ അത് ചന്ദ്രൻ ഒരു ഹാഫ് മൂണിന്റെ ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ. അപ്പൊ അത് പ്രോപ്പറായിട്ട് കൊടുക്കുക, അത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, അന്ന് ആളുകൾക്ക് അത് കിട്ടണം. ഭയങ്കര സിംപ്ലിഫൈ ആയിരിക്കണം, അന്ന് ഭയങ്കര ബ്യൂട്ടി ആയിരിക്കണം, പിന്നെ ഒരു പാർട്ടി അറ്റയർ ആയിരിക്കണം. അപ്പം അങ്ങനെയൊക്കെ കുറേ റിസർച്ച് ചെയ്ത് പിന്നെ ശാന്തിയുടെ ഒരു റെഫറൻസ് ഒക്കെ കിട്ടി. പിന്നെ അതിനെ നമ്മളിത് ഇപ്പോൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇത് ഓക്കെ ഇപ്പോൾ ഒരു യക്ഷീനെയാണ് നമ്മളിങ്ങനെ പ്രസന്റ് ചെയ്യാൻ പോണേ. കംപ്ലീറ്റ് ആളുകളുടെ ചിന്താഗതികളെയും കോൺസെപ്റ്റുകളെയും ബ്രേക്ക് ചെയ്തിട്ട് ഇത് വർക്കാവണം, ഇത് വർക്കായില്ലെങ്കിൽ മൊത്തത്തിൽ പ്രശ്നമാവും. പക്ഷെ അത് സിനിമയിൽ എനിക്ക് തോന്നുന്നു ഞങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസിൽ ഇപ്പം ഞാൻ ഫാമിലി ആയിട്ട് 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ എപ്പോഴും ആ സീക്വൻസിന് തിയേറ്ററിൽ നിന്ന് ഭയങ്കര കൈയടിയാണ്. ആ സമയമാകുമ്പോഴത്തേക്കും വാവ് ഫാക്ടർ ആണ് ആ ഒരു ഇതില്. അത് ഭയങ്കര ഇതായിരുന്നു അതിന്റെ ഒരു ജേർണി ഉണ്ടായിരുന്നത്. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു ആരായിരുന്നു ഈ മൂത്തോൻ എന്നറിയാൻ വേണ്ടി. അതിന് നമുക്ക് ആൻസർ കിട്ടി മമ്മൂക്കയാന്നുള്ളത്. പക്ഷെ നമുക്ക് അതിൽ റിവീൽ ചെയ്യുന്നില്ല കോസ്റ്റ്യൂം, മമ്മൂക്കയുടെ കോസ്റ്റ്യൂം ഒന്നും നമുക്ക് അറിയില്ല. അപ്പൊ എങ്ങനെയായിരുന്നു അതിലൊരു വർക്ക്? മമ്മൂക്കയായിട്ട് ബ്രഹ്മയുഗം ചെയ്തു, അതുപോലെ നന്മകൾ നേരത്തെ മയക്കം, എങ്ങനെ ഉണ്ടായിരുന്നു വർക്ക്? മമ്മൂക്കയുടെ കോസ്റ്റ്യൂമിന്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് ഈ പടത്തിൽ നമുക്ക് ഞാൻ ട്രീറ്റ് ചെയ്ത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഫാബ്രിക്കുകളുടെ ക്വാളിറ്റി നല്ലപോലെ നല്ല രീതിയിൽ തോന്നിക്കുന്ന, എന്നാൽ നമുക്ക് കുറച്ച് thickness ഫേക്ക് ചെയ്യാൻ പറ്റുന്ന ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് തോന്നുന്ന ഫാബ്രിക്കുകൾ കുറേ ബഡ്ജറ്റ്ലെസ് ആയിട്ട് നമുക്ക് കിട്ടാവുന്ന, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വേറെ മെറ്റീരിയലുകളൊക്കെ വെച്ചിട്ട് ചീറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സാധനങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ഏറ്റവും ഈ പടത്തിൽ കോസ്റ്റ്യൂം റിലേറ്റഡ് ആയിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് ഫാബ്രിക്കുകളുടെ കൺസേൺസ് നമ്മൾ നോക്കിയിട്ടുണ്ട്. അത് ബഡ്ജറ്റ് വേരിയേഷൻസ് ഉണ്ട്, ബഡ്ജറ്റ് കുറഞ്ഞുണ്ട്. പക്ഷെ അതിന്റെ ഭംഗി നോക്കിയിട്ട് ഫീല് നോക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കടെ ആകെ നമുക്ക് കാണിക്കാനുള്ള പോർഷൻ ഒരു കൈയുടെ പോർഷനാണ്. അപ്പൊ അത് ആദ്യം അതിന്റെ ഒരു ബേസിക് സ്കെച്ച് ഇട്ടു, ഈ കോസ്റ്റ്യൂം എങ്ങനെ ഇരിക്കാൻ പോണെന്നുള്ളത്. കുറെ റെഫറൻസുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്തു, കുറെ ഐഡിയ ക്രാക്കായി, അവസാനം ഒരു ഫൈനൽ ഒരു കോസ്റ്റ്യൂമിൽ ലാൻഡ് ആവുന്ന സമയത്ത് പിന്നെ നമുക്കത് ഫുൾ കോസ്റ്റ്യൂം നമ്മൾ തയ്ച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് അപ്പൊ അതിനകത്ത് ആക്ച്വലി ആ കുറച്ച് ഏരിയ ഉള്ളിൽ അതിനകത്ത് കുറച്ച് ഡീറ്റെയിലുകളുണ്ട്. നമ്മുടെ ഭാഗത്തു നിന്നായാലും അതിനകത്തൊരു റിംഗ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് മൈന്യൂട്ട് ഡീറ്റെയിലുകളുണ്ട് അതിനകത്ത് മൂത്തോൻ. പിന്നെ അതിന് മറ്റേ ഇനിയും വരാനുള്ളത് കൊണ്ട് ഫൈനൽ ട്രയൽ ഒന്നും കഴിഞ്ഞിട്ടില്ല. നമുക്ക് പ്രോപ്പർലി നമ്മൾ ട്രയൽ കൊടുത്തിട്ടല്ല അത് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിനിയും ഡെവലപ്പ് ആവും. ആ കോസ്റ്റ്യൂംസ് ഒക്കെ ഇനി ഭയങ്കരമായിട്ട് ഡെവലപ്പാണ്. പടത്തിന് ഡെവലപ്പായ രീതിയിൽ ഇനിയും വലിയൊരു ഡെവലപ്മെന്റ്. അതേപോലെ ഈ സിനിമയിലെ റെൻഷൻ ടൈമിനെ കാണിക്കുന്നുണ്ട്, ഒരു ട്രൈബ്സ്, അതേപോലെ തന്നെ നാട്ടുരാജാക്കന്മാര്. അപ്പൊ അവർക്ക് കൊടുക്കേണ്ട, അപ്പൊ അതിന് ഒരുപാട് റിസർച്ചിന്റെ ആവശ്യം വന്നിട്ട് കാണില്ലേ? ആക്ച്വലി ഇപ്പോൾ കുറേ സിനിമകളിൽ നമ്മളിങ്ങനെ ട്രൈബുകളൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ രാജാക്കന്മാരുടെ കാലഘട്ടം കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഈ പടത്തിൽ വരുന്ന സമയത്ത് കല്യാണിയുടെ ഫുൾ കഥ തുടങ്ങണത്, അല്ലെങ്കിൽ കല്യാങ്കാട്ട് നീലി എന്ന് പറയുന്ന ഒരു ഒറിജിൻ സ്റ്റോറി, അല്ലെങ്കിൽ ആ കല്യാങ്കാട്ട് നീലി എങ്ങനെയാണ് ഉണ്ടാവണതെന്ന് പറയുന്നൊരു ബേസാണ്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കളർ പാലറ്റ് ബ്ലാക്ക് ആൻഡ് റെഡ് എന്ന് പറയുന്ന കോമ്പിനേഷൻ നമ്മൾ ഈ നാട്ടിൽ നിന്ന് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കാരണം കഥ തുടങ്ങുന്നത് അവിടെ നിന്നാണ്. അപ്പൊ നമുക്ക് കുറെ റിസർച്ച് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രെയിൻ വെച്ച് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിയേറ്റീവ് ആയിട്ട് ഇത് എങ്ങനെ നമ്മൾ ഇവിടുന്ന് ക്രാക്ക് ചെയ്ത് ഇങ്ങനെ പോവും, ഇതെങ്ങനെ നമുക്ക് ഈ കോസ്റ്റ്യൂമിൽ പ്ലേസ് ചെയ്യാൻ പറ്റും. അതാണെങ്കിൽ ഒന്നും തയ്ച്ച് കൊടുക്കുന്ന കോസ്റ്റ്യൂമല്ല ഏറിയയിലുള്ളത്, ആ ഫുൾ ഡ്രേപ്പിംഗ് സ്റ്റൈലിലുള്ളതാണ്. അപ്പൊ നമ്മൾ പല ഡ്രേപ്പിംഗ് സ്റ്റൈലുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ മെറ്റീരിയൽ എന്തായിരുന്നു? കോട്ടൺ. നമുക്ക് ഇവിടെ അവൈലബിൾ ആവുന്ന മൽ കോട്ടൺ. ഇത് എങ്ങനെ കണക്ട് ചെയ്തെന്ന് വെച്ചാൽ മാഡ് മാക്സ് ഫ്യൂറി അല്ലെങ്കിൽ അപ്പോകാലിപ്റ്റോ ഒക്കെ പോലെയുള്ള സിനിമകൾ ഇൻസ്പിറേഷൻസ് എടുത്തിട്ട് അത് നമ്മുടെ മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്ന സമയത്ത് കുറച്ച് ബ്ലെൻഡ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറെ ഡ്രേപ്പിംഗ് സ്റ്റൈലുകളിൽ കുറച്ച് മോഡേൺ വേർഷൻസ്, അതായത് ടിപ്പിക്കലി നമ്മൾ കാണുന്ന ഇവിടുത്തെ ട്രൈബ്സിന്റെ സ്റ്റൈൽ അല്ലാതെ കുറച്ച് മോഡേൺ വേർഷൻ ഡ്രൈപ്പിംഗ് സ്റ്റൈലും ബ്ലെൻഡ് ചെയ്തിട്ടാണ് നമ്മളത്. കാരണം അതിനകത്ത് എല്ലാം ഒരു കുട്ടിയുടെ മാത്രമാണ് സെമി സ്റ്റിച്ചഡ് ആയിട്ടുള്ളത്. കാരണം അത്ര ഫൈറ്റ് സീക്വൻസ് ഉള്ളത് കുറച്ച് ഏരിയ മാത്രം. ബട്ട് അതും നമ്മൾ ഡ്രൈപ്പ് ചെയ്ത് കെട്ടിയിട്ടാണ് ബാക്കിയത്തെ ഫൈറ്റ് സീക്വൻസുകളൊക്കെ പോട്ടത്. കുറച്ച് ഏരിയകളിൽ മാത്രം ചെറിയ സ്റ്റിച്ച് ലൈനുകൾ ഇട്ട് കൊടുത്തിട്ട് ആ കുട്ടിയുടെ മാത്രം. ബാക്കി എല്ലാവർക്കും നമ്മൾ രാവിലെ വരും, ലൊക്കേഷനിൽ വരും, എല്ലാവരും നിർത്തും, സെറ്റ് ചെയ്യും, തുണി ഉടുപ്പിക്കും. മറ്റേ അതിനകത്ത് ആക്സസറീസ് ഒക്കെ ഉണ്ടാക്കിയത് വിഷ്ണു എന്ന് പറയുന്നൊരു പയ്യനുണ്ടായിരുന്നു. എൻ്റെ കൂടെ ഉള്ള ബീനീഷ്, സുബീഷ് ഏട്ടൻ, പിന്നെ എനിക്കൊരു വലിയ ടീം ഉണ്ടായിരുന്നു, ജിതിൻ, അജാദ്, സൗമ്യ, അങ്ങനെ ഒരു വലിയ നിസാം, റിസ്വാൻ എന്നൊക്കെ പറയുന്ന ഒരു ഹ്യൂജ് ടീം ഉണ്ടായിരുന്നു. എൻ്റെ ഡിസൈനർ ടീം ഉണ്ടായിരുന്നു. അവരൊക്കെ കോൺട്രിബ്യൂഷൻസ് ആണ് ഇത് മൊത്തത്തിൽ നമ്മൾ ഇത്രയും പുൾ ഓഫ് ചെയ്യാൻ പറ്റുക. കാരണം ഇതിന്റെ എല്ലാ ഐഡിയ ഇടും, പുട്ട് ചെയ്യും, ആദ്യത്തെ ഒരു ബേസ് വയ്ക്കും, റെഫറൻസുകൾ ഉണ്ടാക്കും, സാധനങ്ങൾ. അപ്പൊ അത് എല്ലാം നമ്മുടെ ടീം തന്നെയായിരുന്നു. ഒരു ടീം സ്ട്രെങ്ത് തന്നെയാണ് അത്. ആ ഒരു ഏരിയയിൽ ഭയങ്കര പണി കൂടുതലായിരുന്നു. നമ്മൾ രാവിലെ 4:30-5 മണിക്ക് കോൾ ടൈം തന്നെ ആ സീൻ എടുക്കാം. കാരണം 6 മണിക്ക് 6:15 ഷോട്ട് വെക്കണം ഫസ്റ്റ്, അത്രയും മോർണിംഗ് ലൈറ്റിംഗ് കിട്ടുന്നത്. അപ്പൊ എന്താ നമുക്ക് 2 മണിക്കൂർ 3 മണിക്കൂറത്തെ പണിയുണ്ട്. അപ്പൊ അത് അത്രയും ടീം നമുക്ക് ആളെണ്ണം കൂടുതലായിരുന്നു. 4 മണിക്ക് കോൾ ടൈം, 4:30-ഒക്കെയാണ് കോൾ ടൈം വരാം. അപ്പോൾ ചേട്ടന്മാർ രാവിലെ തന്നെ ചെല്ലും, ജൂനിയേഴ്സ് എല്ലാവരും വരും, മെയിൻ ആർട്ടിസ്റ്റുകൾ വരും. ഇതെല്ലാവരെയും കെട്ടലും ഉടിപ്പിക്കലാണ്. പിന്നെ രാജാവിനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മള് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ പോയി അവിടെ കുതിരമാളികയിൽ കുറെ ഫോട്ടോസ് കണ്ടിട്ടുണ്ട്. ഈ തൃപ്പൂണിത്തറ, ഈ പാലസ്. അപ്പോൾ നമ്മുടെ ട്രഡീഷണലി ബ്ലെൻഡ് ചെയ്യുന്ന ഒരു സാധനം ആയിരിക്കണം. ഫീൽ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബ്രൈറ്റ് അല്ലായിരുന്നു രാജാക്കന്മാരുടെ, മെറൂൺ ഷെയ്ഡ്സ്, ബ്രൗൺസ്, അങ്ങനത്തെ ഷെയ്ഡ്സ് ആയിരുന്നു. ഇത് മൊത്തം പാലറ്റിന്റെ ഒരു കൺസേൺ നമുക്ക് നിമിഷിന്റെ അടുത്ത് നമുക്ക് ഓക്കെ ഇന്ന കളേഴ്സ് മതി. ദെൻ അത് എങ്ങനെ ഫീലിൽ കൊണ്ടുവരും എന്നുള്ളത് നമ്മൾ അത് റീക്രിയേറ്റ് ചെയ്ത് നമ്മളത് ഡ്രൈപ്പിംഗ് സ്റ്റൈൽ തന്നെ നമുക്ക് ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ള ഇപ്പൊ പൊന്നിയിൻ സെൽവം പോലുള്ളൊരു അങ്ങനെ ഒരു സ്ഥലമല്ല കാണിക്കുന്നത്. അത് ചിലപ്പോൾ ഓടായിട്ട് നിൽക്കും. അങ്ങനെ ഒരു ട്രൈബിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു രാജാവ് നിൽക്കുന്ന, രാജാവിനും ഒരു ടേസ്റ്റ് ഉണ്ടാവും. രാജാവ് വരുന്നത് ദേവീനെ തൊഴാൻ വേണ്ടിയിട്ടാന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഡ്രസ്സായിരിക്കണം അയാൾ ഇടണ്ടേ. പിന്നെ മൊത്തത്തിൽ ഇതൊക്കെ നമ്മുടെ ക്രാഫ്റ്റ് ആയിട്ട് ഇനി എന്നും കാണണ്ടാണല്ലോ എന്ന് നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് റെഫറൻസുകൾ നോക്കിയിട്ടുണ്ട്. അതേപോലെ ആവല്ലേ
ഇത് എന്നുള്ളത്. ഇൻസ്പിറേഷൻസ് എടുത്തിട്ടുണ്ട്, കുറേ സാധനങ്ങളിൽ നിന്ന് ഇൻസ്പിറേഷൻസ് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ആയിട്ടുള്ള ഒരു യൂണീക്നെസ്. അതെ അതെ. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് സീരീസുകൾ കുറേയും കണ്ടിട്ടാണ് ഈ സിനിമയിലേക്ക് ഞാൻ എൻ്റെ സ്റ്റൈൽസ് എങ്ങനെ ബ്ലെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ സോഴ്സ് ചെയ്യുന്ന ബ്രാൻഡുകൾ എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. കാരണം മെയിൻ 3 കഥാപാത്രങ്ങൾ നസ്ലിൻ, അരുൺ, ചന്തു, ഇവര് 3 പേരും സെറ്റ് ചെയ്ത് അതിന്റെ കൂട്ടത്തിൽ കല്യാണിനെയും കൂടി സെറ്റ് ചെയ്യുന്ന സമയത്താണ് ഇത് സിനിമയിലെ ബാക്കിത്തെ ഇവിടെ നിന്നാണ് ഇവരാണ് എല്ലാ സിനിമയും ഡ്രൈവ് ചെയ്തുകൊണ്ട് പോണത്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് സ്ട്രേഞ്ചർ തിങ്സ് ഒക്കെ കണ്ട് ഭയങ്കര ബിഗ് ഫാൻസ് ആണ് അതിന്റെ ഒക്കെ. അപ്പോൾ ഈ സിനിമകളൊക്കെ അതെ, അപ്പൊ എല്ലാ സിനിമകളിലും നമുക്ക് ഓരോ ഇൻസ്പിറേഷൻസ് ഉണ്ട്. ഓക്കെ, ഇതേപോലെ ചെയ്യാൻ പറ്റി, നാളെ മലയാള സിനിമയിൽ ഇങ്ങനെ വരും. അങ്ങനെ ഒരു ഓപ്പണിംഗ് ആയിരുന്നു ലോഗോ തന്നെ. അപ്പോൾ അതെനിക്കത് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അത് നമുക്ക് ടെക്നീഷ്യൻസിനും എല്ലാവർക്കും ഭയങ്കരമായിട്ട് എല്ലാ രീതിയിലും അവരുടെ മാക്സിമം സാറ്റിസ്ഫൈഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതേപോലെ ഇതിനകത്ത് ചന്തുവിനാണെങ്കിലും അതുപോലെ അരുണാണെങ്കിലും 2 പേർക്കും കൊടുത്തിരിക്കുന്ന കോസ്റ്റ്യൂം അവരുടെ പേഴ്സണാലിറ്റിന് ഇത് ചെയ്യുന്നതാണ്. ചന്തു ആണെങ്കിൽ ഒരു സ്പേസ് ബഫാണ്. അപ്പോൾ പ്ലൂട്ടോ, നിർവാണ, മറ്റേ റിക്കി മോർട്ടി അവരുടെയൊക്കെ ഒരു കോസ്റ്റ്യൂംസ് ആണ് കൊടുത്തത്. അരുണാണെങ്കിൽ കുറെ പ്രിന്റഡ് ഷർട്ട്സ് ആണ്. അതൊക്കെ അവരുടെ ഒരു ക്യാരക്ടറൈസേഷൻ തന്നെ. ഇപ്പൊ ഈ പറയുന്നത് ഈ കഥാപാത്രത്തിന്റെ സ്വഭാവം റിലേറ്റ് ചെയ്ത് കാണിക്കുന്നത് അയാളുടെ ഡ്രസ്സിങ്ങിനകത്ത് എപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ ചന്തുവിന്റെ ക്യാരക്ടർ സ്പേസ് റിലേറ്റഡ് ഇഷ്ടങ്ങൾ, ഡോക്ടർ ആവാൻ പഠിക്കാൻ വന്ന് പക്ഷെ സ്പേസിൽ മറ്റേ ഇത് വരുന്നു, ഗാലക്സി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്ന അത്രയും മറ്റേ കാര്യങ്ങൾ അതിനെക്കുറിച്ച് മാത്രം നോക്കുന്ന ഒരാളുടെ പേഴ്സണൽ ഇഷ്ടങ്ങളിലും ചോയ്സസിനകത്ത് എന്തായാലും അത് വരും. അപ്പോൾ ചന്തുവിനെ നമ്മളൊരു ഫസ്റ്റ് ടൈമാണ് ചന്തുവിനെ അങ്ങനെ സ്റ്റൈൽ ചെയ്യണം. അപ്പോൾ നമ്മൾ ഷോർട്സ് പ്ലസ് ഹുഡീസ് ദെൻ സോക്സ് വെച്ചിട്ട് സ്റ്റൈൽ ചെയ്യുന്ന പെയറിങ്. അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ചന്തുവിൻ്റെ ബോഡിയും ഇതൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്കത് ഭയങ്കര ഭംഗിയായിട്ട് ചന്തുവിൽ ഫസ്റ്റ് ട്രയൽ കഴിഞ്ഞപ്പോൾ കിട്ടി. ദെൻ പിന്നെ നമ്മൾ ചന്തുവിന് വേണ്ടിയിട്ട് കളർ പാലറ്റ് ഉള്ളത് കൊണ്ട് ചന്തുവിന് ടീഷർട്ട്സ് നമ്മൾ മേടിച്ച് എല്ലാം ഡൈ ചെയ്തെടുത്ത് നമ്മുടെ പാലറ്റിലേക്ക് സെറ്റ് ചെയ്ത് ചന്തുവിന് വേണ്ട നമ്മുടെ കസ്റ്റമൈസ്ഡ് പ്രിന്റുകളാണ് മറ്റേ അതിനകത്ത് വന്നാണ് സ്പേസ് റിലേറ്റഡ് പ്രിന്റുകൾ മൊത്തം. അത് മൊത്തം ഞങ്ങൾ പ്രിന്റ് ചെയ്യിപ്പിച്ചെടുത്ത് കുറച്ച് സാധനങ്ങൾ സോഴ്സ് ചെയ്തിട്ടുണ്ട്. സ്പേസ് റിലേറ്റഡ് എപ്പോഴും കിട്ടില്ല. ഈ ക്യാരക്ടറിന് അത്രയും ചേഞ്ചസ് ഉണ്ട്. ചേഞ്ചസിനകത്ത് പല സ്ഥലങ്ങളിൽ സോങ്സിൽ ഇവിടേക്ക് ഈ പ്ലേസ്മെന്റ് വേണം. അപ്പോൾ നമ്മൾ മെജോറിറ്റി സാധനങ്ങൾ നമ്മുടെ രീതിയിൽ തന്നെ കസ്റ്റമൈസ് ചെയ്തെടുത്തിട്ടാണ് ചന്തുവിന് പ്ലേസ് ചെയ്തത്. കുര്യന്റെ ക്യാരക്ടർ വന്ന സമയത്ത് നമ്മുടെ ഇപ്പൊ ഇവര് എല്ലാവരും ബാംഗ്ലൂർ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റിയിലാണ് പ്ലേസ് ചെയ്തത്. ബാംഗ്ലൂർ പടത്തിൽ എവിഡന്റ് ആയിട്ട് പറയില്ലെങ്കിലും അങ്ങനെ ഒരു കൾച്ചറുള്ള സ്ഥലത്താണല്ലോ പ്ലേസ് ചെയ്തത്. അപ്പോൾ അവിടെ നൈറ്റ് ലൈഫ് ഉണ്ട്, പബ് ഉണ്ട്. അതിനകത്ത് നൈജൽ എന്ന് പറയുന്നതാണ് അരുൺ ചെയ്യുന്ന ക്യാരക്ടർ. അരുണിന്റെ സ്വഭാവം ഫ്ലാറ്റിംഗ് പരിപാടികൾ അങ്ങനെയൊക്കെ നടക്കണമെന്നപ്പോ അപ്പൊ ഫ്ലോറൽ ബീച്ച് സ്റ്റൈല് അതിനെ ഏറ്റവും ഭംഗിയായിട്ട് എങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റൂ അങ്ങനെ. പിന്നെ നസ്ലിന്റെ പറഞ്ഞു സണ്ണി എന്നാണ് ക്യാരക്ടർ നെയിം. സണ്ണി ഒരു ഇമോഷണലി വീക്കാണ്, പ്രണയം എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ ആ ക്യൂട്ട്നെസ്സും ഇതൊക്കെ വർക്കാവണം. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ചന്ദ്രയുടെ കൂടെ നിൽക്കുന്ന സമയത്ത് ചന്ദ്രനെ ഇത് റിവീൽ ചെയ്യുന്ന സമയത്ത് ഇത് ഫൺ വർക്ക് ആവണം, അല്ലെങ്കിൽ ക്യൂട്ട് ബോയ് ആയിട്ട് കിട്ടണം. ദെൻ ഈ പറയുന്ന മാതിരിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കോമിക് ബുക്കുകൾ സീരിയസ് ആയിട്ടുള്ള നെറ്റ്ഫ്ലിക്സിനകത്തൊക്കെ കാണുന്ന പോലെയൊക്കെ തന്നെ ഈ കഥാപാത്രത്തിൽ ഇവരെല്ലാവരും എനിക്ക് സ്റ്റൈൽ ചെയ്യാൻ കിട്ടി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇതൊക്കെ പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ആർട്ടിസ്റ്റുകളായിരുന്നു. ഭയങ്കര രസമായിട്ട് ഇത് ഓരോ കോസ്റ്റ്യൂംസും പുൾ ഓഫ് ചെയ്യുന്നത് ഭയങ്കര രസമായിരുന്നു. കാരണം നമ്മൾ ട്രയൽ ചെയ്യുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. ചിലവർക്ക് അത് ഇട്ട് കഴിഞ്ഞാൽ മുളച്ച് വെക്കും, പക്ഷെ ഇവർക്കത് ഭയങ്കര പെർഫെക്റ്റ് ഇതായിട്ട് നിന്നു. അത് ഭയങ്കര ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്തു. അതേപോലെ ഇതിന്റെ ലാസ്റ്റ് നമുക്കൊരു ക്യാമറ പോലെ ഡിക്യു വന്നിട്ടുണ്ടായിരുന്നു. ഡിക്യുവിന്റെ ഒരു ഒഡിയൻ എന്നുള്ളൊരു വരുന്നത്. അപ്പൊ അത് ഫുള്ളി ബ്ലാക്ക് ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂം ആയിരുന്നു. അതിന്റെ ബാക്കിൽ ഒരു വോൾഫിന്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒഡിയൻ ഇനി ഇപ്പൊ വരുന്ന ചാപ്റ്റേഴ്സിലൊക്കെ വേഷം മാറി മാറി യൂസ് ചെയ്യുന്ന ഒരാളായിരിക്കും ആയിരിക്കണം. ഞങ്ങൾ ഈ പടത്തിൽ 2 ഡിസൈനേഴ്സ് ഉണ്ട്. അപ്പോ ഒന്ന് അർച്ചന റാവു എന്ന് പറയുന്ന മാം. ഞാൻ എൻ്റെ പ്രീവിയസ് സിനിമകളിലൊക്കെ എനിക്ക് ക്ലബ് ചെയ്ത് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഡിസൈനേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുക. ഞാൻ ഭയങ്കര യങ് ഏജിൽ വന്ന ഒരാളാണ് ഡിസൈനറായിട്ട്. അപ്പോൾ അതിങ്ങനെ അധികം പേരെ അസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ആകെ അസിസ്റ്റ് ചെയ്ത് മഷറംസ എന്ന് പറയുന്ന ഡിസൈനറിനെയും സോണിയ സാൻഡേവ് എന്ന് പറയുന്ന സ്റ്റൈലിസ്റ്റിനെ മാത്രമേ ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അതും ഇവരോട് കുറച്ച് നാളെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോഴേക്കും ഇൻഡിപെൻഡൻ്റ് ആയി ഇങ്ങനെ ഗ്രോത്ത് പോയിക്കൊണ്ടിരിക്കുന്നു. മിന്നൽ മുരളിയിലാണ് ഫസ്റ്റ് ടൈം നമ്മളൊരു ക്ലബിങ് വർക്ക് ചെയ്യുന്നത്. ദീപാലിനൂർ എന്ന് പറയുന്ന മാമായിട്ട്. മാം ക്രിസ്ത്യൻ്റെ ഒക്കെ കോസ്റ്റ്യൂം ഡിസൈനറാണ്. പുലി കുറേ സിനിമകൾ മാം ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് നമ്മളൊരു ക്ലബിങ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ സ്റ്റേറ്റ് അവാർഡ് ഷെയർ ചെയ്തത് ഞങ്ങൾ 2 പേരാണ്. അപ്പോൾ അവിടെ എനിക്കൊരു ബിഗ് എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം അവർ ആ കോസ്റ്റ്യൂമിനെ കൺസീവ് ചെയ്ത രീതി, അല്ലെങ്കിൽ അവരെ ഉണ്ടാക്കിയ പരിപാടികളൊക്കെ, അല്ലെങ്കിൽ ഞാൻ ഒരു പോയിന്റിൽ ഫെയിലിയർ ആയി പോയി എന്ന് തോന്നി, അല്ലെങ്കിൽ നമ്മളെ കൺസ്ട്രക്ഷൻ ടൈമിൽ ഫെയിലിയർ ആയി പോയി, ദെൻ
അവർ മേക്ക് ചെയ്ത് വന്നപ്പോൾ നമ്മളത് പഠിക്കാൻ പറ്റി. ദെൻ അടുത്ത പടം മഹാവീരർ വന്ന സമയത്ത് നമ്മൾ തന്നെ സജഷൻ വെച്ചു, ഷൈൻ ചേട്ടൻ നമുക്കൊരു ഡിസൈനറിനെ നമുക്ക് പുറത്തുനിന്ന് കൊണ്ടുവരാം, കാരണം നമ്മുടെ ഇൻഡസ്ട്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്കത് ചെയ്യാൻ പഠിക്കാൻ കൊള്ളാമെന്നുണ്ട്, എനിക്കത് പഠിച്ചാൽ അറിയണം, എനിക്ക് നാളെ ഒരു പടം വരുന്ന സമയത്ത് അത് ചെയ്യാൻ പറ്റണം. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ബാജിറാവ് മസ്താനിയുടെ ഡിസൈനറെ പൊന്നിൻ സെൽവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാർ ആ ടൈമിൽ. അപ്പോൾ സാറിനെ കണക്ട് ചെയ്തു. സാറ് വന്ന് മഹാവീരിൽ എനിക്ക് രാജാവിൻ്റെയും അസികയുടെയൊക്കെ കോസ്റ്റ്യൂം ചെയ്തിട്ട് നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, ഇതെങ്ങനെ മേക്ക് ചെയ്യാം, അവരുടെ സിനിമ ഇൻഡസ്ട്രീനെ കുറിച്ചിട്ടുള്ള ടോക്സ്, ഞങ്ങൾ തമ്മിലുള്ള ടോക്സ്, ഞങ്ങളുടെ ക്രിയേറ്റീവ് പ്രോസസ്സ് സംസാരിക്കുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെ, അപ്പം എനിക്ക് എക്സ്പീരിയൻസും കുറവാണ്, ഞാൻ ആരെയും കൂടെ വർക്ക് ചെയ്തിട്ടില്ല. അപ്പം സാറിനൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. സാർ എപ്പോഴും പേഴ്സണലി വിളിക്കുമ്പോൾ എന്തെങ്കിലും അങ്ങോട്ട് പോവാ, അവിടെ വർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ വർക്ക് ചെയ്ത് പോകുമ്പോൾ സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് എനിക്ക് 2-3 ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടുത്തെ ഇൻഡസ്ട്രിയുടെ വലിപ്പം, സാറിൻ്റെ സാലറി, അങ്ങനെ ഗ്രോ ആവാൻ പറ്റും നമ്മൾ അവിടെയാണ് ഫസ്റ്റ് മനസ്സിലാവണം. പിന്നെ നമ്മുടെ അടുത്ത സിനിമയിൽ വന്ന സമയത്ത് വീണ്ടും ഞാൻ രാജാവ് എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ ചെറിയൊരു ഗ്ലിംസം ചെയ്യുന്ന നേരത്ത് സാറിനെ വിളിച്ചായിരുന്നു. സാറ് വന്നു, അങ്ങനെ ഒരു കോസ്റ്റ്യൂം മാത്രം ചെയ്തു സാറ്. ഇങ്ങനെ വീണ്ടും വരുന്ന സമയത്താണ് ഞങ്ങൾ ഈ പടം തുടങ്ങുന്ന സമയത്ത് ഈ 3 കോസ്റ്റ്യൂംസ് ഉണ്ട്. ഇപ്പോൾ കല്യാണിയുടെ ഒരു സൂപ്പർ ഹീറോ ലുക്ക് ഉണ്ട്, ഈ ടോവിയുടെ ഒരു ലുക്ക് ഉണ്ട്, അതേപോലെ തന്നെ ഒടിയൻ എന്ന് പറയുന്ന ഈ ഡിക്യുവിൻ്റെ ചാർലി എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ലുക്ക് ഉണ്ട്. അപ്പോൾ ഈ 3 ലുക്കും ഇച്ചിരി ഇമ്പോർട്ടൻറ്റ് ലുക്കാണ്, കാരണം ഇനി വരാനിരിക്കുന്ന പാട്ടുകളൊക്കെ ഇത് ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ലുക്സാണ്. അപ്പോൾ അതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കോസ്റ്റ്യൂം ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഞാനായിട്ട് നിമിഷ് ബ്രോയുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു. അതായത് നമ്മൾ ഒരു എന്താ പറയുക, എൻ്റെ എക്സ്പീരിയൻസിൽ ഈ 3 ഡിസൈനേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ കൽക്കിയുടെ ബിഗ് ഫാനാണ്. അപ്പോൾ നിമിഷിൻ്റെ ഓൾറെഡി അർച്ചന മാം ഫ്രണ്ടാണ്, ലക്കി ഭാസ്കറിൽ DQൻ്റെ പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ സജഷൻ പറയുന്നത് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. മിന്നൽ മുരളിയുടെ കഥകൾ പറഞ്ഞിട്ടുണ്ട്, മഹാവീരിൽ അവർ തന്ന ഔട്ട് പറഞ്ഞിട്ടുണ്ട്, രാജാവ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ചെറിയൊരു ഷൂട്ട് എടുക്കുന്ന സമയത്ത് ആ കോൺട്രിബ്യൂഷൻസ് ഒക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് അങ്ങനെ വർക്ക് ചെയ്യാൻ അങ്ങനെ ഒരു ഇതിൽ എനിക്ക് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ ഞാൻ ബിഗ് ഫാനാണ് മാമിൻ്റെ. അപ്പോൾ ഇവർ പിന്നീട് സംസാരിക്കും, പ്രൊഡക്ഷൻ സംസാരിക്കുന്നു, പിന്നെ അവരുടെ റേറ്റ് സംസാരിക്കുന്നു, പിന്നെ മാം പടത്തിൽ ഇന്നായെന്നാണ് ഞാൻ പിന്നെ അറിയണത്. അപ്പോൾ അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു, കാരണം എനിക്ക് തന്നേണ്ട ബഡ്ജറ്റ് ഭയങ്കര ലിമിറ്റഡ് ബഡ്ജറ്റാണ്. അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് അത് തന്നെ ക്രിയേറ്റ് ചെയ്യാന്ന്, കാരണം ഇതിന് കാലഘട്ടമുണ്ട്, ലാസ്റ്റ് വരുന്ന ഒരു ഫോഴ്സ് ഉണ്ട്, ഇതിനൊക്കെ ഡൂപ്പ് വേണം, ഇവരുടെ ഫൈറ്റ് നടക്കുന്ന എല്ലാ ഡ്രസ്സിനും ഡൂപ്പ് വേണം. അപ്പോൾ ഇതിനൊക്കെ ഈ ബഡ്ജറ്റ് തികയോ എന്നുള്ളൊരു ടാസ്ക് ഉണ്ട്. അപ്പൊ അങ്ങനെ നിൽക്കുന്നിടത്താണ് മാമിന്റെ ഒരു കോൺട്രിബ്യൂഷൻ തന്നെ. എനിക്ക് മാം ഭയങ്കര എല്ലാം കൊണ്ട് കൊളാബറേറ്റ് ചെയ്തൊരു വർക്കാണ്. അപ്പൊ അതിനകത്ത് കുറേ മാമിന്റെ കോസ്റ്റ്യൂംസ് 3 എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടമുള്ളതാണ്, കാരണം അതിനകത്ത് കുറേ ഡീറ്റെയിലുകളുണ്ട്, ഈ ചാപ്റ്റേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യുന്ന കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. ഇപ്പോൾ ടോവിയുടെ കോസ്റ്റ്യൂം ആയിക്കോട്ടെ, അപ്പൊ അതിനകത്ത് കുറെ രസമുള്ള എംബ്രോയിഡറി വർക്കുകളുണ്ട്. അപ്പൊ അതിനകത്തൊക്കെ കുറെ സ്റ്റോറീസ് ഉണ്ട്. ഇപ്പോ അതിപ്പോ നമ്മൾ ആദ്യത്തെ ഇനിഷ്യൽ സ്റ്റേജിലിരിക്കുന്ന സമയത്ത് അത് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്ത് എങ്ങനെ പറയണത്, എങ്ങനെ ചെയ്യണേ, ദെൻ അത് ഇതിന്റെ എല്ലാ കോസ്റ്റ്യൂംസും മാം ഉണ്ടാക്കിയിട്ട് അതിന്റെ ഡൂപ്പേഴ്സ് ഉണ്ടാക്കിയത് ഞങ്ങളാണ്. അപ്പൊ ഇത് നമ്മൾ ചില ഡൂപ്സ് ഒക്കെ ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത് ഇതിന്റെ ഡീറ്റെയിലുകളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ഓക്കെ അന്ന് സംസാരിച്ച രീതിയിൽ ഇത് ഉണ്ട്. ഇപ്പൊ ടോവിയുടെ ജാക്കറ്റിലാണ് അതിന്റെ കുറെ ഡീറ്റെയിലുകൾ വേർഷനിൽ എംബ്രോയിഡറി വർക്ക് ചെയ്യുന്നത് മാം. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മാമിന്റെ കോൺട്രിബ്യൂഷൻ. ഓക്കെ, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഓരോ തോട്ട് പ്രോസസ് ഉണ്ട്. അപ്പോൾ അതും കൂടി മാമിന്റെ ഒരു ഐഡിയ. ഇപ്പൊ കൽക്കി പോലെ അത്രയും ഹ്യൂജ് സിനിമയിൽ അത്രയും വർക്ക് ചെയ്തിട്ടുണ്ടാവും, കാരണം കൽക്കിയിൽ ഓരോ കോസ്റ്റ്യൂമും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടാണ്. അപ്പൊ മാമിന് 3 കോസ്റ്റ്യൂമും നമുക്ക് മലയാളത്തിലേക്ക് തന്നെ ഒരു ബിഗ് കോൺട്രിബ്യൂഷൻ ആണ്. എനിക്ക് മാമിന്റെ കൂടെ ക്ലബ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇപ്പൊ ഡിക്യുവിന്റെ കോസ്റ്റ്യൂമിലായാലും ബുൾഫിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞു, അതിനും ഡീറ്റെയിലുകളുണ്ട്. കല്യാണിയുടെ കോസ്റ്റ്യൂമിനകത്ത് കുറേ ഡീറ്റെയിൽ ഉണ്ട്. അതൊക്കെ ഫ്യൂച്ചർ വരുന്ന എപ്പിസോഡ്സിൽ ഇനി വരുന്ന പാട്ടുകളിലൊക്കെ അത് സൂപ്പർ ഹീറോ കോസ്റ്റ്യൂമാണ് കല്യാണിയുടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് പക്ഷെ അവർ ചെയ്ത ഡീറ്റെയിലുകളൊക്കെ എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ടാണ്. ഇപ്പോൾ ടോവിയുടെ കോസ്റ്റ്യൂം പറയുന്നത് ഇന്നത് റിവീൽ ചെയ്യും. അപ്പോൾ അതിനകത്ത് കൊടുത്തന്നെ ബൂട്ട്സ്, ജാക്കറ്റ്സ്, ഈവൻ അതിന് കുറേ സിമിലാരിറ്റീസ്. ഇപ്പോൾ പോസ്റ്റേഴ്സ് ഒക്കെ വരുമ്പോൾ കുറേ സിമിലാരിറ്റി ഇമേജസ് വെച്ച് വരാനുള്ള സാധ്യതയുണ്ട് അതിന്. അത് ഞാനും ഭയങ്കര ഹാപ്പിയാണ് മാമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞങ്ങൾ പിന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ അടുത്ത ക്ലബ് ചെയ്ത് വർക്ക് ചെയ്യുന്നത് ഡിയർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞൊരു പടം റിലീസാവുന്നുണ്ട്. ഞാൻ ആശാൻ്റെ കൂടെ ക്ലബ് ചെയ്യണേ, അതായത് മഷറാംസാരുടെ കൂടെ. മഷറയ്ക്കാണ് നയൻതാരയുടെയും നിവിൻ ചേട്ടൻ്റെ സ്റ്റൈലിങ് ചെയ്തത്. ഞാൻ ആ പടം മൊത്തത്തിൽ സ്റ്റൈൽ ചെയ്തു. എനിക്ക് ക്ലബ് ചെയ്ത് വർക്ക് ചെയ്യാൻ എന്തോ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കമ്പനി ഹൗസ് ഓഫ് കൾട്ട് എന്ന് പറയുന്നത് എൻ്റെ ഡ്രീം പ്രോജക്റ്റും അങ്ങനെയാണ്. കുറേ ഡിസൈനേഴ്സിനെ കൊണ്ടുവരണം, കുറേ ഡിസൈനേഴ്സ് ഇൻഡസ്ട്രിയിൽ വരണം, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം.
ഈവൻ ഇതിന് നല്ല സിനിമകൾ ഉണ്ടാകണം, കുറച്ചും കൂടി ഇപ്പം നമ്മൾക്കൊക്കെ കേരളത്തിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കോസ്റ്റ്യൂം സ്പെഷ്യൽ ലുക്ക് വരുന്ന സമയത്ത് നമ്മളെപ്പോഴും പുറമേക്ക് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. അതായത് ചെന്നൈക്ക് പോകണം, അല്ലെങ്കിൽ ഹൈദരാബാദ് പോകണം, ബോംബെക്ക് പോകണം. ഈ സ്ഥലങ്ങളല്ലാതെ ഇത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിനിമ മലയാളത്തിൽ ഉണ്ടാവാത്തതൊക്കെയാണ് പ്രശ്നം. അപ്പോൾ ഇത് അങ്ങോട്ട് പോകുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹ്യൂജ് എമൗണ്ട് ആണ്, ഭയങ്കര ചാർജ് പറയും, അത് കൊടുക്കേണ്ടി വരും. കാരണം ഇത് ഉണ്ടാക്കാൻ പറ്റുന്ന ആളുകൾ കേരളത്തിൽ ഇല്ല എന്നുള്ളൊരു ഇതൊക്കെയാണ്. അപ്പോൾ അത് എനിക്ക് മിന്നൽ മുരളിയിലാണ് ഫസ്റ്റ് ഫീൽ ചെയ്തത്. അത് ഇനി ഒരിക്കലും ഉണ്ടാവരുതെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഹൗസ് ഓഫ് കൾട്ട് എന്ന് പറയുന്ന ഒരു ഡ്രീം പ്രൊജക്ട് ഉണ്ടാക്കിയത്. ഇനിയും ഈ നമുക്ക് സ്പെഷ്യൽ കോസ്റ്റ്യൂമുകൾ ചെയ്യാൻ സ്ഥലം കുറവാണ്, അത് ബഡ്ജറ്റിൽ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ വേണം. അപ്പം അത് ഇനി വരുന്ന അപ്കമിങ് ഡിസൈനേഴ്സിന് ഇപ്പം നാളെ എല്ലാ സൂപ്പർ ഹീറോ പടം ഞാൻ ചെയ്യണമെന്നില്ല. എൻ്റെ അസോസിയേറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ വരുന്ന അപ്കമിങ് ഡിസൈനേഴ്സ് ആയിരിക്കാം. കുറേ നല്ല ഡിസൈനേഴ്സ് ഉണ്ട് ഇപ്പോൾ. അപ്പം ഇവരെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അനുഭവിച്ചൊരു ബുദ്ധിമുട്ടാണ് ഈ എന്താണ് പറയുക, ഈ സോഴ്സിങ്ങിൻ്റെ ടൈമിൽ നമ്മൾ മിന്നൽ മുരളിയിൽ ഞാനത് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തൊരു കാര്യമാണ്. മിന്നൽ മുരളിയിൽ നമുക്ക് മാം ഉണ്ടാക്കുമായിരുന്നു, ഞാനും കൂടി ഒരു ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ അതായത് എനിക്ക് പറ്റിയ അതായത് ഞാനൊരു ഐഡിയ എനിക്ക് കിട്ടി, അതിനെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് അത് ഉണ്ടാക്കുന്ന ഒരു ഫെസിലിറ്റി നമുക്ക് ഈ നാട്ടിലില്ല, കേരളത്തിലില്ല. അത് പിന്നെ നമ്മൾ ചെന്നൈനെ ഡിപ്പെൻഡ് ചെയ്തു. ചെന്നൈയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ട്രാവൽ പരിപാടികളൊന്നും പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന്. ഇപ്പം ഞാൻ അതാണ് പറയുന്നത്, ആ പടം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കുറച്ച് പരിമിതികളുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എനിക്കത് ഭയങ്കര ഈസി ആക്കി തന്ന വേഫെയറിനോട് ഞാൻ നന്ദി പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണിയെടുക്കാൻ തയ്യാറാണ്. പണിയെടുത്ത് പോകുന്ന സമയത്ത് നമുക്ക് തരുന്ന ഫ്യൂവൽ എനർജിയും തന്നു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം അങ്ങനെ കുറച്ച് ഒക്കെ അന്ന് പരിമിതികളുണ്ടായിരുന്നു. ആ സിനിമ ചെയ്യുന്നത് കോവിഡാണ്, അങ്ങനത്തെ കുറേ പരിമിതികളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കേരളത്തിലുള്ള ഒരാൾ ചെന്നൈയിലെ ഒരാളെ വിളിച്ച് വിശ്വസിച്ച് നമ്മളൊരു വർക്ക് ചെയ്യിപ്പിക്കുന്നു. ദെൻ അയാൾ ചെയ്തിട്ട് അത് പാളിപ്പോകുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വർക്കിൽ ഫെയിലിയർ ആവുന്നു. അപ്പോൾ ഞാൻ ഡിസൈൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, എൻ്റെ പ്രൊഡക്ഷൻ ടൈമിലാണ് ഇത് പാളിപ്പോയത്. ദെൻ മാമിന് പിന്നെ ലാസ്റ്റ് ഇന്നാവുന്നു, മാം വരുന്നു, അപ്പോൾ ഒരു കോസ്റ്റ്യൂം ബില്ലാവുന്നു. ഒരു ലാസ്റ്റ് ഒരു 2 വീക്സിലൊക്കെയാണ് മിന്നൽ മുരളിയുടെ കോസ്റ്റ്യൂം റെഡി ആവുന്നത്. അപ്പോൾ അതെനിക്ക് ഒരുപാട് പെയിൻ തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പെയിൻ നാളൊരു ഡിസൈനേഴ്സിന് ഉണ്ടാവരുന്നൊരു ആഗ്രഹം അന്ന് തൊട്ട് ഡ്രീമിലുണ്ടായിരുന്നു. ദെൻ എപ്പോഴാണോ ഞാനൊന്ന് സ്റ്റേബിളായിട്ട് നിൽക്കുക, നാളെ വരുന്നൊരു 10 ഡിസൈനേഴ്സ് ആയി കരയരുത്, തളർന്നു പോകരുത്. നമ്മളൊരു റെവല്യൂഷനാണ് ആക്ച്വലി ഹൗസ് ഓഫ് കൾട്ട് എന്നുള്ളത്. എനിക്ക് ഒരു റെവല്യൂഷൻ ആയിട്ട് കാരണം നമ്മുടെ കേരളത്തിൽ ആ ഒരു കോസ്റ്റ്യൂം ഡിസൈനിങ്ങിൻ്റെ ഇത് ഇപ്പം സാറ് നല്ല രീതിയിൽ അത് വർക്കിംഗ് പ്രോഗ്രസ്സിൽ പോവട്ടെ എന്ന് വിഷ് ചെയ്യുകയാണ്. ശരിക്കും ഞാനിപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്, ഈ ഡിസൈനേഴ്സിനെ ബിൽഡ് ചെയ്യുക, ഒരു ഡിസൈനർ കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക. ഇപ്പം നമ്മൾ ആദ്യം വരുന്ന സമയത്തൊക്കെ അസിസ്റ്റൻ്റ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ 2 ചീഫുമാരും എന്നെ പൊന്നുപോലെ നോക്കിയിട്ടുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഓപ്പണിംഗ് തന്നിട്ടുള്ള ശൃന്ദ എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ്. വലിയ പെരുന്നാൾ എന്ന് പറയുന്ന സിനിമ, അല്ലെങ്കിൽ ഒരു കാറ്റിലൊരു പായ്ക്കപ്പിൾ എന്ന് പറയുന്ന സിനിമയൊക്കെ എന്നെ ഇൻഡിപെൻഡൻ്റ് ആക്കിയത് ചേച്ചിയാണ്. ഞാൻ ഇവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ചേച്ചീനെ പരിചയമുണ്ട്. ചേച്ചിയാണ് എനിക്ക് കരിയർ, എനിക്കൊരു ഓപ്പണിംഗ് തന്നെ, എനിക്കൊരു ഓക്കെ സിനിമ ചെയ്യട പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആയിട്ട് കൂടെ നിർത്തിയതൊക്കെ ചേച്ചി തന്നെയാണ്. ദെൻ അവിടെ നിന്ന് നമ്മളെ കയറ്റി വിട്ടവരെ ഒന്നും ബുദ്ധിമുട്ടുണ്ടാക്കിയുള്ള. അപ്പം ഞാൻ പുറമേ എന്നൊക്കെ കേട്ടിട്ടുണ്ട്, സീനിയേഴ്സ്, പഴയ സീനിയേഴ്സ് നമ്മൾക്ക് അപ്കമേഴ്സ് വരുന്ന സമയത്ത് പേടിയാണെന്നും, അല്ലെങ്കിൽ ഇവരെ ഓപ്പർച്യൂണിറ്റി കൊണ്ടുപോകോ, അല്ലെങ്കിൽ ഒരു യൂട്ടിലൈസ് ചെയ്യോ, ഇങ്ങനെയൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. എനിക്ക് കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 പേരെ ആശാന്മാരായിട്ട് കണ്ടിട്ടുള്ളൂ, ഒരു മാം, ഒരു എൻ്റെ ശരിക്ക. പക്ഷെ ഞാൻ പുറമേ നിന്ന് എൻ്റെ കൂടെ വരുന്ന പിള്ളേരൊക്കെ ഇങ്ങനെ പറയും, സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഭയങ്കര കംഫർട്ടബിൾ ആണ്, അല്ലെങ്കിൽ ഇച്ചും കൂടി വർക്കിംഗ് ഫ്രീഡം കൊടുക്കും. ഞാൻ എൻ്റെ പടത്തിൽ എല്ലാവർക്കും വർക്ക് ഫ്രീഡം കൂടുതലായിട്ട് കൊടുക്കും. അപ്പോൾ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ ആദ്യത്തെ ഒരു 5-8 പടം ചെയ്യുന്ന ഒരു പേയ്മെൻറ്റിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. സിനിമയുടെ പിന്നാലെ പൈസ എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ പാഷൻ ഉണ്ടാവില്ല, പൈസ മാത്രമോ. പൈസ ചെയ്യാനാണെങ്കിൽ ഇഷ്ടംപോലെ ജോലിയുണ്ട്, വെഡിങ് വർക്ക് ചെയ്യാം, ഇഷ്ടംപോലെ പരിപാടിയുണ്ട്. സിനിമ നമുക്ക് തരും, പേ ഓഫ് ചെയ്യും. എനിക്ക് സ്റ്റേറ്റ് അവാർഡ് തന്ന അങ്ങനെയാണ്. ഞാൻ മിന്നൽ മുരളിയിലാണ് ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളത്. കാരണം ഇങ്ങനത്തെ ചെറിയ ചെറിയ ഫെയിലിയേഴ്സ്, നമ്മുടെ ആദ്യത്തെ പടമാണല്ലോ, അല്ലെങ്കിൽ നമ്മൾക്ക് ചെറിയ ചെറിയ പ്രശ്നം വരുമ്പോൾ നമ്മൾ തകർന്നു പോകും, ഇഷ്യൂ ഇത് അങ്ങനെ ആയല്ലോ. ഈവൻ എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞില്ല ഇപ്പൊ മിന്നൽ മുരളിയുടെ ഷൂട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാതെ കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ തോറ്റുപോയെന്നാണ്. ബട്ട് സോഴ്സ് ചെയ്യുന്ന നമ്മൾ പറഞ്ഞില്ലേ, ഈ പ്രൊഡക്ഷൻ ഹാൻഡിൽ ചെയ്ത് നമ്മളൊരു ആളെ വിളിച്ച് ഏൽപ്പിച്ചു കൊടുത്താണ്. ബട്ട് അയാള് ചെയ്തു വന്നപ്പോ അത് മറ്റേ ഫാൻസി ഡ്രസ് പോലെ. അപ്പൊ അത് നമ്മളായി ഉണ്ടാക്കണ പ്രോസസ്സിങ് ടൈമിൽ നമ്മൾ അവിടെ ഇല്ല, നമ്മൾ എടുത്ത് ഫാബ്രിക് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റില്ല. നമുക്ക് പോകാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ കുറവാണ്. അതിപ്പോ ഡിപ്പെൻഡിങ് പടങ്ങൾ അനുസരിച്ചിട്ടാണ്, പ്രൊഡക്ഷൻ കമ്പനികൾ അനുസരിച്ചിട്ടൊക്കെയാണ് നമുക്ക് ആ ഫെസിലിറ്റി ഒക്കെ കിട്ടുക.
അപ്പോൾ ആ സമയത്ത് വേറൊരാൾ ഇപ്പോൾ മാം ഓൾറെഡി ചെയ്യാന്ന് പറഞ്ഞ എടുത്ത ടാസ്കിന് ഞാനൊന്ന് എൻ്റെതായ ഒന്ന് ചെയ്തു നോക്കാൻ നോക്കി എടുത്താണ്. ബട്ട് അത് ഫെയിലിയർ ആയി കഴിഞ്ഞപ്പോഴാണ് നമ്മളത്, എനിക്ക് തോന്നുന്നു ഞാൻ കുറേ കരഞ്ഞിട്ടുണ്ട് ആ സിനിമയിൽ. അങ്ങനത്തെ ഒരു ഫെയിലിയർ എൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അത് സിനിമേനെ അഫക്ട് ചെയ്യുമോ എന്നൊക്കെ ഒരുപാട് ടെൻഷനുകളാണ് ഇത്. പക്ഷെ അതൊന്നും അങ്ങനെയല്ല. ആ ഒരു സൂപ്പർ ഹീറോ മൂവി കഴിഞ്ഞിട്ട് ഇതാണ്ട് ഈ സൂപ്പർ ഹീറോ മൂവിയില് വലിയൊരു റെക്കഗ്നൈസേഷൻ കിട്ടി, അപ്രീസിയേഷൻ കിട്ടി. അത് തന്നെ വലിയൊരു അവാർഡല്ലേ? അതെ തീർച്ചയായിട്ടും. ഞാൻ പറയണ ആക്ച്വലി ഈ എക്സ്പീരിയൻസ് ജേർണി ആണല്ലോ. ഇപ്പോൾ ഇവൻ ഹൗസ് ഓഫ് കൾട്ട് എന്ന് പറയുന്നത് നാളെ എനിക്ക് ഡിസൈനേഴ്സിന് എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഞാൻ കണ്ടിട്ടുണ്ട് ഈ സോഴ്സിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ഈ MSCയും BFT എന്ന് പറയുന്ന കോഴ്സൊക്കെ പഠിച്ചിട്ട് സെയിൽസിലൊക്കെ നിൽക്കുന്ന കുട്ടികളെയൊക്കെ കണ്ടിട്ടുണ്ട്, നിസാര ശമ്പളത്തിനൊക്കെ. അപ്പോൾ സിനിമ നമുക്കൊരു വലിയൊരു ഓപ്പണിംഗ് ആണ്. അതായത് ഡിസൈനേഴ്സിന് സ്വന്തമായിട്ട് കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പണിംഗ് ആണ് സിനിമ. ഇവിടെ നിന്ന് എങ്ങനെ വേണമെങ്കിലും കൺവേർട്ട് ചെയ്ത് പോകാം. അത് ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് കൊടുക്കുന്ന ഒരേ ഒരു, എനിക്ക് തോന്നുന്നു ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നവർക്ക് ഏറ്റവും വലിയൊരു ബിഗ് ഓപ്പണിംഗ് കൊടുക്കുന്നത് സിനിമയാണ്. അതായത് ഇൻഡസ്ട്രിയിൽ എങ്ങനെ വേണമെങ്കിലും ഡൈവേർട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഓപ്പണിംഗ് കൊടുക്കുന്നത് സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്റ്റൈലിംഗ് ഉണ്ട്, പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആയിട്ട് എടുക്കാം, കോസ്റ്റ്യൂം ഡിസൈനർ ആയിട്ട് എടുക്കാം. ഈവൻ ഒരു 2 പടത്തിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ബുട്ടിക്ക് തുടങ്ങാം, സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാം, പ്രൊമോട്ട് ചെയ്യാം. അങ്ങനെ ഇത്രയും വലിയൊരു ഓപ്പണിംഗ് ഉള്ളൊരു സ്പേസ് ആണ് സിനിമ. ഞാൻ ഒരു ബുട്ടിക്ക്, എനിക്ക് ബുട്ടിക്ക് ഉണ്ട്, പല ബിസിനസ്സുകളുണ്ട്. ബട്ട് ഇവിടെ ഒന്നും ഒരു ഡിസൈനർ ഗ്രോ ആവുന്നത് ഭയങ്കര ഷോർട്ട് ടൈം, ലോങ് ടൈം എടുക്കും ഡിസൈനർ ഗ്രോ ആയി. ഇവിടെ ഷോർട്ട് ടൈം മതി. ഒരു ആൾക്ക് കാലിബർ ഉണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഫ്ലൈ ചെയ്യാം. ഹലോ, എൻ്റെ പേര് അജിത്, ലോഗയിൽ കോസ്റ്റ്യൂം ഡിസൈനർ ആയിരുന്നു. ഇതിൽ മെൽവിയുടെ ഡിസൈനർ, അസോസിയേറ്റ് ഡിസൈനറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഇതെൻ്റെ 2ാമത്തെ മൂവിയാണ് പ്രോപ്പർലി വർക്ക് ചെയ്യുന്ന ഒരു സിനിമ. ബാക്കി സിനിമകളിൽ ഈ പർച്ചേസിങ്ങും ബാക്ക് സ്റ്റോറീസൊക്കെ ഉണ്ട്, പക്ഷേ ആക്ച്വലി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന സിനിമ ഇതാണ്. ഇത് ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നസ്ലൻ, കുര്യൻ, അരുൺ കുര്യൻ, ചന്തു ഇവർക്കൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഡയറക്ടറുടെ ഒരു വിഷൻ ഉണ്ട്. ആ വിഷൻ കറക്റ്റ് അതേപോലെ തന്നെ അതിനേക്കാൾ മേളിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ തിയേറ്റർ റെസ്പോൺസും എല്ലാം ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിലെ പ്രൊഡക്ഷനായിരുന്നു. DQൻ്റെ ടീം ഭയങ്കര സപ്പോർട്ടായിരുന്നു. നമുക്ക് ഏത് പാതിരാത്രി വേണമെങ്കിലും വിളിച്ചാലും അവൈലബിൾ ആയിട്ടുള്ള ടീമായിരുന്നു അവർ. അത് നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂർ പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്തും നമുക്ക് ഒരുപാട് ബസ് മിസ്സാവും, ഫ്ലൈറ്റ് മിസ്സാവും, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഭയങ്കര രസകരമായ സംഭവങ്ങളായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഇവരെ വിളിച്ച് ഇവരപ്പോൾ തന്നെ നമുക്ക് അടുത്ത ഓപ്ഷൻ ഇട്ട് തന്നു. അത് വലിയൊരു കാര്യമാണ്. പിന്നെ ഈ കോസ്റ്റ്യൂം കൊടുക്കണ സമയത്ത് ഇപ്പോൾ ഒരു ആക്ടറും ഡിസൈനറും തമ്മിലുള്ള ബോണ്ട് കറക്റ്റ് ആയാലേ കോസ്റ്റ്യൂം വർക്കാവുമെന്ന് എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയിട്ടുണ്ട്. അത് ഈ സിനിമയിൽ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ട്. ഇപ്പം നസ്ലനായാലും ടോവി ക്യാമിയോ ആണ്, ടോവി ആയാലും എല്ലാവരും, ടോവി ചേട്ടൻ എല്ലാവരും ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. സണ്ണി വൈൻ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. നസ്ലന് കൊടുത്തിട്ടുള്ള ഒരു യെല്ലോ മെയിൻ ജാക്കറ്റ് ഉണ്ട്, യെല്ലോ ഉള്ളിൽ യെല്ലോ ഇട്ടിട്ടുള്ള ജാക്കറ്റ്. അതിൽ നമ്മൾ നോർമലി കൊടുക്കുന്നത് ഒരു യെല്ലോ ജാക്കറ്റും ഉള്ളിൽ വൈറ്റ് ഓർ ബ്ലാക്ക് ആയിരിക്കും കൊടുക്കുക. അപ്പോൾ അത് ഞാൻ സജസ്റ്റ് ചെയ്തൊരു യെല്ലോ പിടിച്ചാലോ എന്നുള്ള സാധനം പിടിച്ചു. അവർക്കത് ഓക്കെ ആയി. ക്യാമറ ടെസ്റ്റ് ചെയ്തപ്പോൾ അവർക്കത് ഓക്കെ ആയി. അപ്പോൾ അതിലും ഭയങ്കര ഒരു സന്തോഷമുണ്ട്. കാരണം ഫസ്റ്റ് പോസ്റ്ററൊക്കെ ആ ഒരു ലുക്കാണ് വന്നത്. അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ടോവിച്ചേട്ടൻ്റെ ഭയങ്കര വലിയ ഫാനാണ് ഞാൻ. ആക്ച്വലി ഞാൻ പുള്ളിക്കാരനെ കാണാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ്റെ വീട്ടിൽ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. പുള്ളി ഷൂട്ടിലും എൻ്റെ വീടും പുള്ളിയുടെ വീടും അടുത്താണ്. അടുത്ത് മീൻസ് ഒരു 10 കിലോമീറ്റേഴ്സ്. അപ്പോൾ ഒരുപാട് പ്രാവശ്യം കാണാൻ എനിക്ക് ചാൻസ് കിട്ടിയിട്ടില്ല. അങ്ങനെ ആക്ച്വലി ഇന്ന് ഞാൻ ടോവിച്ചേട്ടനെ സ്റ്റൈൽ ചെയ്യുന്നു. മെൽവിജെ എനിക്ക് ടോവിച്ചേട്ടനെ സ്റ്റൈൽ ചെയ്യാൻ ഒരു അവസരം തരുന്നു. ഞാൻ സ്റ്റൈൽ ചെയ്തൊക്കെ എനിക്ക് തിയേറ്ററിൽ കാണുന്നു. ടോവിച്ചേട്ടനായിട്ട് ഇപ്പോൾ നല്ലൊരു കണക്ഷൻ ഉണ്ട്. അതിൽ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് ഞാൻ. ലോകയിലേക്ക് തന്നെ ആദ്യം മെൽവിജേട്ടൻ വിളിക്കാൻ നേരത്ത് നമ്മുടെ ചന്ദ്രേൻ്റെ ഒരു കുട്ടിക്കാലം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഓർണമെൻറ്റ്സ് പരിപാടികൾ ചെയ്യാനായിട്ടാണ് എന്നെ വിളിക്കണേ. അപ്പോൾ വലിയ ഐഡിയയും കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ ഒറ്റയ്ക്ക് കോസ്റ്റ്യൂമിൽ ആർട്ട് സപ്പോർട്ടറായിട്ട് ചെല്ലാൻ പറയാൻ നേരത്ത് വേറെ ഐഡിയയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ആളുടെ ഐഡിയ പറഞ്ഞു ഇങ്ങനത്തെ ഒരു പരിപാടിയാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ അത്ര ഞങ്ങൾ തമ്മിൽ അങ്ങനെയാണ്. പുള്ളി പറയണത് എന്താണോ അതെനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ബോണ്ട് അങ്ങനെ ആയത് കാരണം മെൽവിജേട്ടൻ വർക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് പറ്റാറുണ്ട്. ഫിലിമിൽ സ്റ്റാർട്ട് ചെയ്യണത് അതിനകത്താണ്, ബ്രഹ്മയുഗത്തിൽ. അതിലും ഇത് പറഞ്ഞ പോലെ ആളുടെ കമ്മ്യൂണിക്കേഷൻ എനിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. വർക്ക് അടിപൊളിയാവാനായിട്ട് യൂസ് ആയിട്ടുണ്ട്. ലോഗയിൽ ജോയിൻ ചെയ്ത ഫസ്റ്റ് ഡേ എനിക്ക് വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടായില്ല. ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഒന്ന് സ്കെച്ച് ചെയ്യാനും കാര്യങ്ങളും മൊത്തത്തിൽ
നെയ്ലിയുടെ ഒരു ഔട്ട്ലുക്ക് ഒന്ന് സ്കെച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായുള്ളൂ. ഫസ്റ്റ് ഡേ എൻ്റെ പണി അതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ശാന്തി ബി വന്നിട്ട് ഈ വരച്ച സാധനമൊക്കെ കണ്ടിട്ട് അതിനകത്ത് നിന്ന് സെലക്ട് ആയ കാര്യങ്ങളാണ് ഞാൻ ചെയ്തേക്കണേ. അപ്പോൾ എൻ്റെ ഐഡിയയും അവരുടെ ഐഡിയയും കൂടെ ആയിപ്പോൾ മൊത്തത്തിൽ അവർ ഉദ്ദേശിച്ച സാധനം എനിക്ക് കൊടുക്കാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മൊത്തത്തിൽ പടം തിയേറ്ററിൽ കണ്ടപ്പോൾ വണ്ടടിച്ചു, ഹാപ്പിയാണ്. ഹായ്, എൻ്റെ പേര് സാക്കിർ. ഞാൻ മെൽവിൻ ചേട്ടനൊപ്പം ലോകയിൽ വർക്ക് ചെയ്യണ കുറച്ച് ക്യാമിയോ റോളും പിന്നെ തനി ലോക പറഞ്ഞിട്ടൊരു പ്രൊമോ സോങ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതിലെ കോസ്റ്റ്യൂമും അത് ജസ്റ്റ് ആയിരുന്നു. കോസ്റ്റ്യൂം ഡിസൈനും പുള്ളീൻ്റെ അസിസ്റ്റൻ്റ് ഞാൻ വർക്ക് ചെയ്തത്. ഇങ്ങനെ കാരവനിൽ കയറി കോസ്റ്റ്യൂം കൊടുക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെ ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാൻ ഭയങ്കര പേടിയായിട്ട് പോണേ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് സൗബിക്ക ഭയങ്കര ചില്ല, നീ എന്താ ടെൻഷൻ അടിച്ച് നിൽക്കണേ പറഞ്ഞിട്ട് പുള്ളിക്ക് ട്രയൽ ചെയ്യാൻ കൊടുത്തൊരു പാൻറ് പുള്ളി എടുത്തിട്ട്, അപ്പോൾ ഭയങ്കര ലൂസ്. രാവിലെ 6 മണിക്കാണ് കോസ്റ്റ്യൂം കൊടുക്കണേ. അപ്പോൾ എടാ ബെൽറ്റ് വല്ലതും ഉണ്ടോ ചോദിച്ചു. അപ്പോൾ നമ്മുടെ കയ്യിൽ ബെൽറ്റൊന്നുമില്ല, എന്തെങ്കിലും ചരട് എന്തെങ്കിലും തന്നാൽ മതി, ഞാൻ കെട്ടിക്കോളാം, നീ ഇനിയിപ്പോൾ പോയി തപ്പാനൊന്നും നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഞാൻ എന്നിട്ട് പുറത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ബെൽറ്റ് എടുത്ത് കൊടുത്തു. അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇതെവിടുന്നോ എടുത്തിട്ട് തന്നെയാണ് പറഞ്ഞിട്ട് പുള്ളി അങ്ങനെ നല്ല തമാശയും പരിപാടിയൊക്കെ ആയിരുന്നു. എന്നെ ഒന്ന് കൂളാക്കി. എൻ്റെ ഫസ്റ്റ് വർക്ക് ആയതുകൊണ്ട് എനിക്കൊരു വലിയ ഐഡിയയും പരിപാടിയൊന്നുമില്ല. ഞാൻ പോയിട്ട് എൻ്റെ ഒരു ഐഡിയയിൽ തോന്നുന്ന ഇത് അടിപൊളിയാവും, നന്നാവും പറഞ്ഞിട്ട് മെല്ലിൻ ചേട്ടനെ അയച്ചു കൊടുക്കും. അപ്പം തന്നെ നോനോ വേറെ അങ്ങനെ തപ്പി 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 നമ്മൾ രാത്രി 10 മണി വരെ ആയിട്ടും എൻ്റെ ഒരു കോസ്റ്റ്യൂം പോലും റെഡി ആയില്ല. അങ്ങനെ ഭയങ്കരം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പരിപാടി ഇതല്ല, ഇതിൽ കുറച്ചും കൂടി നല്ല പണിയെടുക്കാണ്ട്, നല്ല ഡീറ്റെയിൽസ് നോക്കാണ്ട്. നിമിഷേട്ടൻ പറഞ്ഞിട്ടുണ്ടായി ഒരു ലെതറിൻ്റെ ഏപ്രിൻ വേണമെന്ന്. അപ്പോൾ ഒറ്റ ദിവസമുള്ളൂ നമുക്ക് സമയം. അപ്പോൾ എൻ്റെ ഉണ്ടായ ഐഡിയ പറഞ്ഞാൽ ഞാൻ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു തിര ഹാൻഡ് മെയ്ഡ് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഉണ്ടാകും. അപ്പോൾ അവിടെ നിന്ന് ആ രാത്രി 11 മണിക്ക് പുള്ളീൻ്റെ കൊടുത്ത് പുള്ളി അത് ഒരു 12 മണിയൊക്കെ ആകുമ്പോഴേക്കും ചെയ്തുണ്ടാക്കി തന്ന് പിറ്റേ ദിവസം എടുത്തു കൊടുത്താൽ അത്. ഇവിടെ നമുക്കൊരു തയ്യൽ മെഷീൻ കാണാൻ പറ്റുന്നുണ്ട്. സോ അതിൻ്റെ മെമ്മറി എന്താണ്, അതിൻ്റെ ബാക്ക് സ്റ്റോറി? അത് ഞാൻ എന്ന് പറയുന്നത് ഇപ്പം മെൽവിജെ ഉണ്ടാവുന്നതിൻ്റെ ബേസ് അതാണ്. ഞാൻ തയ്യൽ പഠിച്ചതും എൻ്റെ അച്ചീവ്മെൻറ്റ്സ് മൊത്തം അതിനോട് തന്നെ കീപ്പ് ചെയ്ത് ഈവൻ ലൈഫ് സ്പാൻ എത്ര കാലം ഉണ്ടോ അത്രയും കാലം എനിക്ക് എപ്പോഴും ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന മെമ്മറി ആയിട്ട്, അല്ലെങ്കിൽ എൻ്റെ അച്ചീവ്മെൻറ്റ്സിൻ്റെ ഒക്കെ സ്റ്റാർട്ടിങ് ആണ് ഈ മിഷൻ. എൻ്റെ അമ്മയുടെ ചേച്ചി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അമ്മയ്ക്ക് വേണ്ടി തയ്യൽ പഠിക്കാൻ കൊടുത്താണ്, ബട്ട് ഞാനാണ് അതിനകത്ത് തയ്യൽ പഠിച്ചത്. ഒരു വെക്കേഷൻ വരുന്ന സമയത്ത് ഞാനതും ഇരുന്ന് ചവിട്ടി പഠിക്കുന്നു. ആദ്യം ഇത് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റീറിങ് ഓടിച്ചു നോക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിക്ക് കയറിയിരുന്നു. പിന്നെ അത് ചവിട്ടാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അതിൻ്റെ സ്പീഡും ഇതൊക്കെ കൺട്രോൾ ചെയ്ത് തുടങ്ങി. പിന്നെ ഒരു ദിവസം വല്യമ്മ നാട്ടിൽ വന്ന സമയത്ത് ലീവിന് വന്ന, അത് വെക്കേഷൻ ടൈമിൽ വരാണ്. അപ്പോൾ ഞാനിതും ഇരിക്കുന്ന സമയങ്ങളാണ് വല്യമ്മയാണ് ഒരു ലൈൻ ഇട്ട് തന്നിട്ട് അതുമ്മ അടിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പോൾ അത് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചു കൊടുത്തു. അപ്പോൾ ഒരു ടാസ്കുകൾ ഓരോന്ന് വരുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ റൗണ്ട് ഇട്ട് വരുന്നു, വളച്ച് വരുന്നു. അപ്പോൾ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കാണിച്ച്, നൂലില്ലാതെ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു കൊടുത്ത് വലിയ അത് പഠിപ്പിച്ചു തന്നു. പിന്നെ പയ്യെ ടൈലറിങ് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഈ നാട്ടിൽ ഞാനൊരു ഓൾട്രേഷൻ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഒരു യെല്ലോ ടൂത്ത് എന്ന് പറയുന്നൊരു ഓൾട്രേഷൻ. നമ്മൾ സീനിയർ, അതായത് നമ്മുടെ ചേട്ടന്മാരുടെയൊക്കെ ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ചേട്ടന്മാരുടെ അല്ലെങ്കിൽ ഇപ്പോൾ വല്യമ്മയുടെ വീട്ടിൽ പോയാൽ തന്നെ ചേട്ടൻ്റെ ഷർട്ടും പാൻറ്റും ഇങ്ങനെ ഇട്ടുണ്ടായിരുന്നു. അത് എനിക്ക് 2 പേർക്ക് കയറിക്കാം എൻ്റെ ആ പ്രായത്തില്. അപ്പൊ അത് തന്നുവിടും. പക്ഷെ ചേട്ടന് എല്ലാവരുടെയും എന്റെ കുട്ടിക്കാലത്ത് നമ്മുടെ സിസ്റ്റേഴ്സോ അല്ലെങ്കിൽ അതുണ്ടെങ്കിൽ നമ്മൾ അവരുടേത് എടുക്കുക. ഇത് കുറേ പേരും നമുക്ക് പഴയത് പാകാവാതെയാവുന്ന സാധനങ്ങളൊക്കെ. അപ്പൊ ആ സമയത്ത് അങ്ങനെയാണ് ഞാൻ എൻ്റെ പേഴ്സണൽ സാധനങ്ങൾ ഞാൻ ആദ്യം ട്രൈ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇത് വർക്കായി തുടങ്ങി. അപ്പൊ ഞാനതിങ്ങനെ ഒരു ചെറിയ എൻ്റെ പോക്കറ്റ് മണി ഇൻകം +1 +2 പഠിക്കുന്ന സമയത്ത് പോക്കറ്റ് ഇൻകത്തിനായിട്ട് ഞാനത് ഒരു +1 മിഡ് സ്റ്റേജിൽ എത്തുന്ന സമയത്ത് ഞാനത് അതായത് 20 രൂപ ഷർട്ടിന് 30 രൂപ പാൻറ്റിന്, അതാദ്യം 10 രൂപയിൽ തുടങ്ങിയ 10 രൂപ ഷർട്ടിന് 15 രൂപ പാൻറ്റിന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അതൊക്കെ മിഷനിൽ തയ്ച്ച് ഞാൻ എൻ്റെ പോക്കറ്റ് ഇൻകം ക്രിയേറ്റ് ചെയ്തത് മിഷനിൽ നിന്നാണ്. എനിക്ക് തോന്നുന്നു ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയർ വരെ ഞാൻ ഈ മിഷൻ വെച്ചിട്ട് ഈ നാട്ടുകാർക്ക് മൊത്തം ഞാൻ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഈ നാട്ടുകാരൊക്കെ എൻ്റെ മറ്റേ കസ്റ്റമേഴ്സ് ആയിരുന്നു. നമ്മള് സിനിമയിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് ഒരുപാട്, ഇപ്പം മമ്മൂക്ക സ്യൂട്ട് ഇടുന്ന പോലെ, അതുപോലെ ലാലേട്ടൻ മുണ്ട് മടക്കി കുത്തുന്നത് കണ്ടിട്ടാണ് നമ്മൾ അങ്ങനെ ഇൻസ്പയർഡ് ആയിട്ട് നമ്മൾ കുറെ കോസ്റ്റ്യൂംസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കോസ്റ്റ്യൂം ഡിസൈനർ എന്ന നിലയിൽ ഇപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സൂപ്പർ ഹീറോ സ്യൂട്ട് ഏതാ? എനിക്ക് ബ്ലാക്ക് പാന്തർ. ഓക്കെ,
ബ്ലാക്ക് പാന്തർ, ഈവൻ ബ്ലാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ടേറാണ്. ബ്ലാക്ക് പാന്തറിന്റെ കോസ്റ്റ്യൂം ഡിസൈനിങ്ങിനകത്ത് അതിന്റെ ഡിസൈനർ, അതിന്റെ പേര് ഓർമ്മയില്ല എനിക്ക് ഡിസൈനറിന്റെ, ബട്ട് അതിന്റെ പ്രോസസ്സിങ് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഭയങ്കര മൈന്യൂട്ടായിട്ട് ഡീറ്റെയിൽസ് പ്ലേസ് ചെയ്തിട്ടുള്ളൂ. നെയിൽസ് പോലെ ബ്ലാക്ക് പാന്തർ സൂട്ട്സിനകത്ത് അതിന്റെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടി. പിന്നെ അതേപോലെ തന്നെ ഞാൻ UK ബേസ് ചെയ്തിട്ടുള്ള ഒരു കോസ്പ്ലേ മേക്കേഴ്സ് ഉണ്ട്, ഞാൻ അവരുടെ ബിഗ് ഫാൻസ് ആണ്. മാർവൽസിനകത്തേക്കൊക്കെ അവരാണ് സൂട്ട്സ് ഒക്കെ ഡിസൈൻ ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി വേറെ കോസ്പ്ലേ, വേറൊരു ഐറ്റം തന്നെയാണ്. ഇപ്പൊ നമ്മൾ സ്പെഷ്യൽ കോസ്റ്റ്യൂം ചെയ്യുന്ന സമയത്ത് അതിന് സിൽക്കായിട്ടുള്ള ഫുൾ ബോഡി മോൾഡിനകത്തൊക്കെയാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ ഈ മിന്നൽ മുരളിയുടെ ടൈമിൽ കുറേ അങ്ങനത്തെ സൂപ്പർ ഹീറോ സൂട്ടുകളുടെ പിന്നാലെ അന്വേഷണങ്ങൾ പോയായിരുന്നു. ഇപ്പോൾ ഈ സൂപ്പർമാൻ സൂട്ട്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് കൂടെ എപ്പോഴും വെള്ളം പമ്പ് ചെയ്ത് വിടും. അതിനകത്ത് മൈന്യൂട്ടായിട്ടുള്ള വെയിൻ പോലുള്ള ഇതുണ്ട്. അപ്പോൾ കാരണം ഷൂട്ട് ടൈം ഭയങ്കര ബോഡി ടെമ്പറേച്ചർ ഒക്കെ ഭയങ്കര ഹീറ്റ് ആവുന്ന സമയത്ത് ഇതിനകത്ത് കൂടെ വാട്ടർ പമ്പ് ചെയ്ത് വിട്ടിട്ടാണ് ഇതിനെ അങ്ങനെ കുറെ. എനിക്ക് അതിനകത്ത് എല്ലാ സൂപ്പർ ഹീറോസും, ബ്ലാക്ക് പാന്തർ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്, ഡെഡ്പൂൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ സൂപ്പർമാൻ ഇഷ്ടമാണ്, ബാറ്റ്മാൻ ഓഫ് കോഴ്സ് ബാറ്റ്മാൻ ഭയങ്കര ലവറാണ്, ബ്ലാക്കിഷ് കോസ്റ്റ്യൂമിനോട് ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്ത് ഡീറ്റെയിൽ ചെയ്യുന്നത് ഭയങ്കര ഭംഗിയായിട്ട് എനിക്ക് ബ്ലാക്ക് പാന്തറിനകത്തുള്ള എനിക്ക് കുറെ സൂപ്പർ ഹീറോ സൂട്ടുകളിൽ കുറെ എലമെന്റുകൾ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. പക്ഷെ ബ്ലാക്ക് പാന്തറിനകത്ത് ബ്ലാക്ക് പാന്തർ ആണെന്ന് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത നെക്ക് ഡീറ്റെയിൽസിനകത്ത് വരുന്ന നെയിൽസിന്റെ പോലത്തെ ഡീറ്റെയിൽസും ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടതിൽ ഭയങ്കര ഇതാണ്. ബാക്കി എല്ലാത്തിനും ഓരോ സ്പേസും അവരുടെ പവറും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് എനിക്ക് ആ നെയിൽസിന്റെ ഡിസൈൻസ് ഭയങ്കര. അതിന് ഇൻസ്പയർ ചെയ്തിട്ട് തന്നെ കുറേ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ബ്ലാക്ക് പാന്തറിന്റെ ഷൂട്ട് ഇൻസ്പയർ ചെയ്തിട്ട് കുറേ കളക്ഷൻസ് ഒക്കെ ഡിസൈനേഴ്സ് ചെയ്തതും അല്ലെങ്കിൽ അങ്ങനത്തെ അത് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത ഡ്രസ്സുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മീൻസ് എല്ലാ ആൾക്കാർക്കും ചേരുന്ന ഒരു കളർ എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് എപ്പോഴും ലക്ഷറി കളറാണ്. ബ്ലാക്കിന് വളരെ ഞാൻ എന്തുകൊണ്ട് ബ്ലാക്ക് ചൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള കുറേ ഡിസൈനേഴ്സിന്റെ ഫേവറേറ്റ് കളേഴ്സ് ലിസ്റ്റിൽ വരുന്നതാണ് ബ്ലാക്ക്. പിന്നെ എനിക്കും ഭയങ്കര ബ്ലാക്ക് ഇഷ്ടമാണ്. ബ്ലാക്ക് ഇടുമ്പോൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. അതിന് എന്താ പറയുക, ഇച്ചിരി കൂടി നമ്മൾ എൻഹാൻസ് ചെയ്യും, നമ്മുടെ കോൺഫിഡൻസ് ലെവലൊക്കെ എൻഹാൻസ് ചെയ്യും. മറ്റും ബാക്കി ഏത് ഗാർമെന്റ് ഇട്ടാലും നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ഡിഫക്ട്സും ഫീൽ ചെയ്യും. ഇപ്പം നമുക്കൊരു ചെറിയ ടമ്മി അല്ലെങ്കിൽ വയറുള്ള ഒരാളാണ് ബ്ലാക്ക് ഡ്രസ് ഇട്ട് പോയി കഴിഞ്ഞാൽ ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യും ബ്ലാക്ക്. നമ്മുടെ കോൺഫിഡൻസിന് അത് ഭയങ്കര ഹൈ ആക്കി തരും. അപ്പോൾ ദെൻ ബ്ലാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ബ്ലാക്കിന് ഇങ്ങനത്തെ കുറേ ഇതുണ്ട്. പിന്നെ അർമാനി, കാരൽ ലെഡ്ജർ, ഞാൻ ഫോക്കസ് ചെയ്യുന്ന കുറേ ഡിസൈനേഴ്സ് ഉണ്ട്. എനിക്ക് അവരെ പോലെ ആവണം എന്നാണ് ആഗ്രഹം, ആവാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിൽ ജീവിക്കുന്നു. ഇഷ്ടം ശരിക്കും സിനിമയ്ക്ക് അപ്പുറം മെറ്റ് ഗാലയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മെറ്റ് ഗാലയിൽ എൻ്റെ കളക്ഷൻ എടുക്കുക, വേൾഡ് വൈഡ് ഞാൻ ചെയ്യുന്ന ഡിസൈൻ ബ്രാൻഡ് ഉണ്ടാവുക. ഇപ്പോൾ ഒരു അർമാനി, കാരൽ ലെഡ്ജർ, ഗുച്ചിയോ, ശശിയൊക്കെ പോലെയുള്ള ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡിൻ്റെ ഒരു അമരക്കാരനാവുക. ഈവൻ എൻ്റെ ഒരു കരിയർ ഗ്രോത്തിന് ഞാൻ അവരൊക്കെ കണ്ടതെന്ന് പറഞ്ഞാൽ ആഫ്റ്റർ 40+ ആണ് ഇവരൊക്കെ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തും ബ്രാൻഡ് ഗ്രോ ആയതും ഒക്കെ കണ്ടിട്ടുള്ളൂ. ചിലപ്പോൾ നമുക്ക് ഇച്ചിരി കൂടി അതുപോലെ ഇപ്പോൾ ഒരു സൂപ്പർ ഹീറോ, ഇപ്പോൾ സാറിനെ ഒരു സൂപ്പർ ഹീറോ ആക്കുകയാണെങ്കിൽ വാട്ട് വാസ് ദ കോസ്റ്റ്യൂം ആൻഡ് സ്യൂട്ട്? എനിക്കിങ്ങനെ ഈ ഇലക്ട്രിക് പവേഴ്സ് കിട്ടി കഴിഞ്ഞാൽ നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇതേപോലെ ഒരു ബേസ് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യാൻ പറ്റിയ സൂപ്പർ ഹീറോ വന്ന സമയത്ത് അങ്ങനത്തെ ആ ഒരു ക്യാരക്ടറിന്റെ കുറേ ഡീറ്റെയിലുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ പവർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സൂട്ടുമ്പോൾ തന്നെ ഇത് സെറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വന്നൊരു ഒരു പടം വന്നാണ്, സജഷൻ വന്നാണ്. നമ്മൾ വർക്കൗട്ട് ചെയ്ത് നമ്മളൊരു ബേസ് ഒക്കെ ഉണ്ടാക്കി അതിൻ്റെ സ്കെച്ചൊക്കെ ക്രിയേറ്റ് ചെയ്ത സമയത്ത് എനിക്ക് ആ ഡ്രസ്സ് ഉണ്ടാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. അത് നടന്നില്ല പ്രൊജക്ട്, പക്ഷെ ആ ഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് അതാണ്. പെട്ടെന്ന് എനിക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിനൊരു ബേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി പവർ ഫുള്ള് കൺട്രോൾ ചെയ്യുന്ന ട്രാൻസ്ഫോമർ ഉണ്ട്. അത് ഗ്രേഷ് കോപ്പർ, ഈ ഇലക്ട്രിസിറ്റിനെ കംപ്ലീറ്റ് കവർ ചെയ്യുന്നത് ഗ്രേഷ് ബ്ലാക്ക് വിത്ത് കോപ്പർ ഡീറ്റെയിലിംഗ് വെച്ചിട്ടായിരുന്നു ഞാൻ അതിന്റെ ബേസ് ഉണ്ടാക്കിയത്. ഞാൻ പറഞ്ഞില്ലേ ബ്ലാക്കിൽ എന്ത് ഡീറ്റെയിൽ ചെയ്താലും ഭയങ്കര ഭംഗിയായിരിക്കും. ഈവൻ കല്യാണിയുടെ ഡ്രസ്സ് പോലും ഭയങ്കര ഇതാണ്. പിന്നെ കല്യാണിയുടെ ഇതിനകത്ത് പറയുകയാണെങ്കിൽ ഞങ്ങള് നോസ് റിങ്ങും ഭയങ്കര സിൽവർ അത് കസ്റ്റമൈസ് ചെയ്തതാണ് നമ്മൾ. എനിക്ക് തോന്നുന്നു 10-25 പീസ് ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കളക്ട് ചെയ്ത്, ബാംഗ്ലൂരിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കളക്ട് ചെയ്ത് ഓൺലൈനിൽ നിന്നൊക്കെ മേടിച്ചു വന്ന് നമ്മൾ ട്രയലിൽ നിന്ന് നിരത്തി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു കല്യാണിക്ക് ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട്. 25 കല്യാണം ഇട്ട് നോക്കിയിട്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ചെറുതായിട്ട് കയറി നിൽക്കുന്ന ഒരു ഓഡ് ഫീൽ, അല്ലെങ്കിൽ ഇച്ചിരി ഓവറായിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ വലിപ്പ വ്യത്യാസം, അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി കല്യാണ മെഷർമെന്റ് എടുത്തിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്തതാണ് ആ നോസ് റിങ്. സിൽവർ ബേസ്ഡ് ആയിട്ടുള്ള നോസ് റിങ് കസ്റ്റമൈസ്. അത് ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് ഓഫ് പീസസ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. കാരണം ഫൈറ്റ് കഴിഞ്ഞ് വരുമ്പോൾ മുക്കിൽ ഇത് കാണില്ല, അപ്പോൾ അത് കൊടുക്കും. പിന്നെ അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് ഡൂപ്പ് ഉണ്ടായിരുന്ന
പീസ് നോസ്റിംഗ് ആയിരുന്നു, പിന്നെ സ്റ്റഡ്സും. അതും ഫൈറ്റ് കഴിഞ്ഞ് തിരിച്ചു വന്ന കണ്ടിന്യൂറ്റിയിൽ പിന്നെ ആ പോകണ്ടേ. അത്രയും ആക്ഷൻ രംഗങ്ങളാണ് കല്യാണി റോപ്പിലായാലും അവിടെ നിന്നായാലും ഒക്കെ ഡൂപ്പില്ലാതെ ചെയ്യുന്നതുകൊണ്ട്. ഇതിപ്പോ നമ്മള് വേറെ കുറെ സിനിമകളാണെങ്കിൽ നമ്മൾ ആർട്ടിസ്റ്റുകൾക്ക് ഡൂപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ചീറ്റ് ചെയ്ത് വെക്കും. ഇത് മെയിൻ ആർട്ടിസ്റ്റ് തന്നെയാണ് ഈ ഡൂപ്പ് എല്ലാം ചെയ്യുന്നത്. അപ്പോ ഒന്നും പറ്റിക്കാൻ പറ്റൂല, എല്ലാം കൊടുത്തന്നെ കൊടുക്കണം. അപ്പൊ അങ്ങനെ ഇത് കുറെ രസമായിട്ട് എനിക്ക് ഈ നോസ് റിങ് ഞങ്ങള് ഫൈൻഡ് ചെയ്തതും പിന്നെ കോൺവേഴ്സിന്റെ ഷൂ അത് ഭയങ്കര അതില് ഷൂസും ഭയങ്കര എല്ലാവർക്കും കൊടുത്തിട്ടുള്ള ഷൂസും നസ്ലിന്റെ ഒക്കെ ഇപ്പോ കുറേ അങ്ങനെ നമുക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന കുറേ കളക്ഷൻസ് എടുത്തിട്ട് അത് നമുക്ക് ഈ സിനിമയിൽ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം വെച്ചിട്ടാണ് ആ പീസസ് പോകുന്നത്. കല്യാണിക്ക് പിന്നെ ഒരു ഐക്കോണിക് ആയിട്ടൊരു കോൺവേഴ്സ് എന്ന് പറയുന്നത് വർഷങ്ങളായിട്ടുള്ളതും അത്രയും വേൾഡ് വൈഡ് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് കോൺവേഴ്സ്. ഈസി ആക്സസബിൾ, അതായത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന. കല്യാണി ഇത്രയും സെഞ്ചുറീസ് ഒക്കെ ട്രാവൽ ചെയ്ത് വരുന്ന ഒരാള് ചൂസ് ചെയ്യുന്ന ഷൂ എന്നൊക്കെ പറയുമ്പോൾ കംഫർട്ട് കോൺവേഴ്സ് എന്നൊക്കെ പറയുന്ന ഒരു ഭയങ്കര ഓഡിയൻസ് ഉള്ളൊരു ഷൂ ആണ്. അപ്പോൾ ഈവൻ അതിന് ഞങ്ങൾക്ക് അതിന് മാത്രമാണ് പ്രോപ്പർ കോമ്പിനേഷൻസ് ഉള്ളത്, റെഡ് ബ്ലാക്ക്. പിന്നെ റെഡ് ബ്ലാക്ക് കോമ്പിനേഷൻസ് ഉള്ള ഷൂസ് ഒക്കെ ഭയങ്കര ബൾക്കിയും ഭയങ്കര ഈ കോസ്റ്റ്യൂമിലേക്ക് ബ്ലെൻഡ് ആവുള്ള. കോൺവേഴ്സ് കറക്റ്റ് ബ്ലെൻഡ് ആയിരുന്നു. അതേപോലെ ഇതില് റെഡും ബ്ലാക്കും അതിൽ വൈറ്റും മൈന്യൂട്ട് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ഷൂയിലാണെങ്കിലും മീൻസ് വൈറ്റ് ബ്ലാക്കും ആയിരുന്നല്ലോ, അപ്പൊ അതിലൊരു ബ്ലഡ് സ്റ്റെയിൻ ഒക്കെ വരുമ്പോൾ അത് അതൊക്കെ ഈ സിനിമ ത്രൂ ഔട്ട് ട്രാവൽ ചെയ്യുന്ന സ്ഥലത്ത് ഇപ്പോ നസ്ലിന്റെ ഒരു സീക്വൻസിൽ ഇത് വന്ന് വീട്ടിലൊന്നും, അപ്പൊ അത് ഒക്കെ ഈ കോൺവേഴ്സിന് ഒരു സ്വഭാവം ഉണ്ട്. കോൺവേഴ്സ് പിന്നെ ഭയങ്കര ഐക്കോണിക് ആയിട്ട് അറിയാവുന്ന ഒരു ബ്രാൻഡ് ഷൂ ആണ്, അതും ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഷൂ ആണ്. അതിന് തന്നെ നമ്മൾ പിന്നെ ഒരു വാച്ച് ഉണ്ട്, കാസിയോന്റെ ഒരു വേൾഡ് ടൈമിംഗ് ഉള്ളൊരു വാച്ചാണ് കല്യാണിക്ക് കൊടുത്തത്. ഭയങ്കര കാസിയോന്റെ ഭയങ്കര റെട്രോ വിന്റേജ് വാച്ച്, ഡിജിറ്റൽ വാച്ച്. അതിനകത്ത് വേൾഡ് ടൈമിംഗ് മാപ്പ് ഉണ്ട്. അപ്പൊ ഇത്രയും വേൾഡിൽ കൂടെ ട്രാവൽ ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ അതിനകത്ത് മൈന്യൂട്ടായിട്ട് ഡീറ്റെയിൽ. പിന്നെ കുറെ ആക്സസറികൾ നമ്മളിത് പടം ഇറങ്ങി കുറെ നാൾ കഴിയുമ്പോൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾ കുറേ ഡ്രസ്സുകളിൽ ഇപ്പൊ മാം ആയാലും അർച്ചന മാം ആയാലും ഡ്രസ്സിൽ കുറേ ഡീറ്റെയിലുകൾ ഒളിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളായാലും ഇപ്പൊ സണ്ണി ഇതൊക്കെ ഭയങ്കരമായിട്ട് ഒളിപ്പിച്ച കാര്യമാണ്. പക്ഷെ അത് റെക്കഗ്നൈസ് ചെയ്തതിൽ ഭയങ്കര ഹാപ്പി. ഇനിയും കുറെ സാധനങ്ങളുണ്ട് വരാൻ. അപ്പൊ അത് ഓരോ പാട്ടുകളിൽ വന്ന് പോകുന്നുള്ള വിശ്വാസമുണ്ട്. പിന്നെ എന്താണ് കംപ്ലീറ്റ്ലി 2 സൂപ്പർ ഹീറോ പടങ്ങളുടെ ഭാഗമാവാൻ പറ്റിയതും മലയാളത്തിൽ 2 പുതിയ വിഷനുള്ള യക്ഷികളെ കൊടുക്കാൻ പറ്റിയതിൽ, അതായത് ആളുകളുടെ ഇമാജിൻ മൊത്തത്തിൽ മാറ്റിയ 2 യക്ഷിയുടെ ഭാഗമാവാൻ പറ്റിയതിൽ ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ നൈറ്റ് റൈഡേഴ്സ് എന്ന് പറഞ്ഞൊരു സിനിമ അടുത്ത മാസം റിലീസ് ഉണ്ട്. എനിക്ക് അതിനകത്ത് ഇതേപോലത്തെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ട്. യക്ഷിയൊന്നുമല്ല, പക്ഷെ സ്പെഷ്യൽ കഥാപാത്രമായിട്ട്. അപ്പൊ അതിന്റെ ടീസേഴ്സ് ഒക്കെ വരുമ്പോൾ നമുക്കത് റിവീൽ ആവും. പ്രൊമോഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്തൊരു കഥാപാത്രമാണ്. ആ കഥാപാത്രമാണ് ആ പടത്തിന്റെ മെയിൻ ഒരു എലമെന്റ്. അതും ഇതേപോലെയൊക്കെ തന്നെ കോസ്റ്റ്യൂം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ കഥാപാത്രം ഇങ്ങനെ ഒരു കഥാപാത്രമാണ്. ഇപ്പോ ആ ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്തത് ഭയങ്കര രസമായിട്ട്, അത് ഫാന്റസിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ അതും ആ കഥാപാത്രവും അത് ചെയ്ത ആളൊക്കെ ഭയങ്കര അടിപൊളിയാണ് ആ പടത്തില്. പടം ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ അതിനകത്തും നമ്മൾ ഇതേപോലെ തന്നെ യക്ഷി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ക്യാരക്ടർ ഉണ്ട്. പക്ഷെ അത് പടത്തിന്റെ ഇൻഫ്ലുവൻസ് ആയിട്ട്, പക്ഷെ അതും നമുക്കൊരു ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്തൊരു ക്യാരക്ടറാണ്. അപ്പോൾ അതും പടത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. എനിക്ക് നെക്സ്റ്റ് വരുന്നൊരു പടം ഇത് കംപ്ലീറ്റ്ലി ഇപ്പൊ ഞാൻ എപ്പോഴും ജഡ്ജ് ചെയ്തിട്ടുള്ള സിനിമ എപ്പോഴും ചർച്ച ചെയ്താലാണ് ബാക്കിത്തെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അതിനകത്ത് ചർച്ച ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ സിനിമ നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ കഥാപാത്രം ഭയങ്കര ഐക്കോണിക് ആയിട്ട് നമുക്ക് ഇങ്ങനെ നമ്മുടെ പൊൻതൂവൽ എന്നൊക്കെ എടുത്തു വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ എടുത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രം ഉണ്ട്. 2 കഥാപാത്രങ്ങളുണ്ട് അതിനകത്ത്. മാത്യുവിനെ പല സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, വിജയുടെ മാതിരിയുണ്ട്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് വിജയ് ശരിയാണ്. നമ്മൾ +2 ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് വിജയും സൂര്യ ആരാധകനായിരുന്നു. കുറെ നാള് വിജയുടെ ആരാധനായിരുന്നു. എപ്പോഴാണോ വിജയ് ബൂട്ട് കട്ട് പാൻറ് മാറ്റാതിരുന്നത് അന്നോട്ട് മറ്റേ ഇപ്പോഴും വിജയ് സ്റ്റൈലിൽ തന്നെ നീ നടക്കുന്ന വെറുതെ കളിയാക്കലുകൾ വന്നിട്ടുണ്ട്. കാരണം വിജയുടെ ഒരു സിനിമയിലെ എല്ലാ പാറ്റേൺ നോക്കിയാലും വിജയ്ക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പാൻസ് ബൂട്ട് കട്ടായിട്ട് നമ്മൾ തോന്നും. അത് കളിയാക്കലില് കോളേജിലൊക്കെ പഠിക്കും. നീ ഇപ്പോഴും മറ്റേ വിജയ് സ്റ്റൈലിൽ തന്നെയാണ് നടക്കണം. അപ്പൊ സൂര്യയുടെ കാലഘട്ടം വരുന്നു. സൂര്യ മറ്റേ അയണിലൊക്കെ ചെയ്തു വെച്ചാണ് കോസ്റ്റ്യൂംസും മറ്റേ ഫുൾ സ്കിൻ ഫിറ്റ് നാരോ ഫിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ആ ട്രെൻഡൊക്കെ +1 +2 ഒക്കെ കഴിഞ്ഞപ്പോൾ വന്നിട്ടുള്ളൂ. അപ്പൊ നമ്മൾ കളിയാക്കും കൂട്ടുകാരൻ. ഞാൻ ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ വന്നു പോയതാണ്. ഈ പറയുന്ന ഗില്ലിയും അല്ലെങ്കിൽ കുറെ സിനിമകളൊക്കെ നമ്മളും കണ്ടിട്ടുള്ളതാണ്. വിജയുടെ ഷർട്ട് അയച്ചിട്ടിട്ട് മറ്റേ ബട്ടൺ ഇടാണ്ട് ഉള്ളിൽ ടീഷർട്ട് ഇട്ട് കിടക്കുക, കയ്യിലൊരു പിന്നെ കയ്യിലൊരു കർച്ചീഫ് കെട്ടി കിടക്കുക, കഴുത്തിലാ കർച്ചീഫ് ഇടുക.
അങ്ങനെ വിജയുടെ പാറ്റേൺസ് കോസ്റ്റ്യൂംസിന് ഞാൻ അങ്ങനെ കണ്ടിട്ട് ഞാൻ ആരാധകനാണല്ലോ, ഡിസൈനറും കൂടിയാണല്ലോ. അങ്ങനെ നിൽക്കുന്നത് എനിക്ക് മാത്യുവിന് ഞങ്ങൾ അങ്ങനെ ഒരു റെഫറൻസ് തന്നെ പ്ലാൻ ചെയ്ത് ഈ സിനിമയിൽ അങ്ങനെ കുറേ സാധനങ്ങൾ റീക്രിയേറ്റ് ചെയ്തു. ഞാൻ കണ്ടിട്ടുള്ള കുറേ സിനിമകളിലെ സാധനങ്ങൾ എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഈ പാട്ടും പോസ്റ്ററും വന്നു കഴിഞ്ഞപ്പോൾ അടിയിൽ കേരളത്തിൽ വിജയ് എന്ന് പറയുന്ന സമയത്ത് ഭയങ്കര ഹാപ്പിയാണ്. ആ സിനിമയിൽ ഇപ്പോൾ വിജയിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഗില്ലി പോലെയുള്ള സിനിമയിൽ തൃശ്ശയുടെ ഒക്കെ കോസ്റ്റ്യൂം ഉണ്ട്, ധാവണി പരിപാടിയൊക്കെ പോലെ നമ്മൾ വിജയനും കൊടുക്കുന്ന സമയത്ത് ഇപ്പുറത്തെ നായികയും. അപ്പൊ എനിക്ക് ആ സിനിമയ്ക്ക് ഭയങ്കര ഫ്രീഡം ആയിരുന്നു, ക്രിയേറ്റീവ് ഫ്രീഡം ഭയങ്കര ഇതായിരുന്നു. കാരണം അത് ഇങ്ങനൊരു പ്രത്യേക ഒരു നാട്ടില് ഒരു കഥ നടക്കുന്നതാണ്. അത് ഇന്ന നാടെന്നോ ഇന്ന സ്ഥലമെന്നോ കേരളത്തിലുണ്ടെന്നോ ഒന്നും പറയാനില്ല. അപ്പോൾ അന്ന് പക്ഷെ മലയാളികൾ ഇപ്പൊ കുറുക്കുംമൂല എന്ന് പറയുന്ന മിന്നൽ മുരളിയിൽ വന്ന പോലത്തെ ഒരു നാടാണ് നെല്ലിയാമ്പൂർ. അപ്പൊ ആ നാട്ടിൽ എന്തും നടക്കാം. അപ്പൊ ആ നാട്ടിലപ്പൊ ഞാൻ ഉണ്ടാക്കിയ ക്യാരക്ടറുകൾ മൊത്തം അങ്ങനെ ക്യാരക്ടറൈസേഷൻ വെച്ചിട്ട് ഈ കോമിക് ബുക്ക് പോലെ തന്നെ വേറൊരു മലയാളത്തിലൊരു കോമിക് ബുക്ക് വായിക്കുന്ന ഒരു ഫീൽ ഉണ്ട്. ഇപ്പൊ ചന്ദ്ര വായിച്ച ലോക എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ കോമിക് ബുക്ക് പോലെയാണ്. ഈ നൈറ്റ് റൈഡേഴ്സ് ഒരു മലയാളത്തിലെ റൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വില്ലേജിൽ നടക്കുന്ന ഒരു കോമിക് ബുക്ക് ഒക്കെ പോലെ തോന്നുന്ന ഒരു എലമെന്റ് ഉള്ള ഒരു സിനിമയാണ്. പ്രതീക്ഷയുള്ള സിനിമയുണ്ടോ? അടിപൊളിയായിട്ട് പോട്ടെ. ശരിക്കും ഒരു ഹിസ്റ്ററി തന്നെ ദ ഹൗസ് ഓഫ് കൾട്ട് ക്രിയേറ്റ് ചെയ്യട്ടെ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദ ടൈം. താങ്ക് യു.